Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. വേദിയിലുള്ള ബഹുമാന വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലും കാരണത്താലും അള്ളാഹു വളരെയേറെ ഇഷ്ടപ്പെടുന്ന സമയത്തിലും സന്ദർഭത്തിലും സദസ്സിലുമാണ്. മഗ്‌രിബ് സ്വലക്ക് ശേഷം നല്ല മനസ്സോടെ, നല്ല പ്രാർത്ഥനയോടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ പരലോക രക്ഷയ്ക്ക് വഴിയൊരുങ്ങുന്ന നസീഹത്തുകൾ കേൾക്കാൻ. ജീവിതം മരണത്തോടെയല്ല, മരണത്തോടെ അവസാനിക്കുകയല്ല, മരണത്തോടെയാണ് യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമെന്ന് കൃത്യമായി തിരിച്ചറിവുള്ളവരാണ് നൂറായിരം തിരക്കുകളും മറ്റൊക്കെ ഒഴിവാക്കി അനുഗ്രഹീതമായ സദസ്സിൽ കടന്നു വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, എന്തുകൊണ്ടും നമ്മൾ അനുഗ്രഹീതരാണ്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഈ സദസ്സിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് ഞാൻ സന്തോഷത്തോടെ അറിയിക്കാം. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നൊരു നാഥനുണ്ടെങ്കിൽ, ആ സിട്ടാവിന്റെ കൃത്യമായ ഇടപെടലുകളാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ, ഞാൻ ഈ സംസാരിക്കുന്നതും നിങ്ങൾ ഈ കാതോർത്തിരിക്കുന്നതും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഈ ഭൂമിയിൽ അള്ള ഏറ്റവും അനുഗ്രഹിച്ചവരാണ് ഈ സദസ്സിരിക്കുന്ന ഞാനും നിങ്ങളും. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു? ദീന് കേൾക്കാൻ താല്പര്യം കാണിക്കുന്നവർ ആ ഗണത്തിലാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിൽ ഒരു ആയത്തുണ്ട്. ഇത്തരം മജ്‌ലിസിൽ വരുമ്പോ, ദീനി വഴിയിൽ സഞ്ചരിക്കുമ്പോ നമുക്ക് സന്തോഷം നൽകേണ്ട ഖുർആനിലെ ഒരു വചനമാണ്. വളരെ വിശാലമായൊരു വിഷയമാണ് എനിക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാനും വഴികളിലൂടെ നമുക്ക് സഞ്ചരിച്ച് തിരിച്ചു വരണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പറയാണ്, അള്ളാഹ് നമ്മളെങ്ങനെ നിരീക്ഷിക്കാണ്, നമ്മളെങ്ങനെ കൃത്യമായി അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ നിരീക്ഷണത്തിൽ നമ്മൾ നന്മയിലാകുമെന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ഇസ്ലാമിലേക്ക് ഒരു തുറവി തരുമെന്നാണ്, ഇസ്ലാമിലേക്ക് ഒരു ഇൻഷറാഹ് സ്വദർ തരുമെന്നാണ്. അത് കിട്ടിയവർക്ക് മാത്രമേ ഇത്തരം സദസ്സിൽ വരാൻ സാധിക്കുള്ളൂ. ഇപ്പൊ മഞ്ചേരി സഭാ ഹാളിൽ എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദീനിന്റെ മജ്‌ലിസാണിത്. എത്ര വർഷമാണെന്ന് എനിക്കറിയില്ല. എല്ലാ തിങ്കളാഴ്ചകളിലും മാസത്തിൽ എല്ലാ തിങ്കളാഴ്ചയിലും ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നു എനിക്കറിയാം. എന്നാൽ എത്രയോ ആളുകൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്ന നോട്ടീസുകളും വാട്സപ്പിലും മറ്റൊക്കെ അറിഞ്ഞിട്ടും വരാത്ത ആളുകളുണ്ട്. അവർക്ക് നഷ്ടം. പക്ഷേ ഒരു ക്ലാസ് പോലും മുടങ്ങാതെ കൃത്യമായി കടന്നു വരുന്നവരാണ് ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ, ഞാൻ തിരിച്ചറിയുന്നു. അപ്പൊ ഇതെന്താണെന്നോ പ്രിയപ്പെട്ടവരെ, ദീനിനുള്ളൊരു താല്പര്യമാണ്. ഖുർആൻ പറയാ, അള്ളൊരു മനുഷ്യൻ നേരായ വഴിയിലാകാൻ ഉദ്ദേശിച്ചാൽ, അള്ളൊരു മനുഷ്യൻ നേർവഴിയിലാകുമെന്ന് റബ്ബിന് ബോധ്യപ്പെട്ടാൽ, ആയത്ത് ശരിക്കും ശ്രദ്ധിച്ചോ, ഒരു മനുഷ്യൻ ഹിദായത്തിലാകുമെന്ന് റബ്ബിന് ബോധ്യപ്പെട്ടാൽ, ഒരാൾ നന്മയിലാകുമെന്ന് റബ്ബിന് ബോധ്യപ്പെട്ടാൽ, നമ്മളെ കൃത്യമായി നിരീക്ഷിക്കുന്ന റബ്ബിന് നമ്മൾ നേർവഴിയിലാകും, സൽപാന്താവിലാകും. അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ജീവിക്കണമെന്നവന് മനസ്സുണ്ടെന്ന് റബ്ബിന് ബോധ്യപ്പെട്ടാൽ, യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവനൊരു തുറവി നൽകും. ദീനിന്റെ മജ്‌ലിസിൽ വരാൻ ഒരു താല്പര്യമുണ്ടാകും.
ജമാഅത്തിന് പള്ളിയിൽ പോകാൻ ഒരു താല്പര്യമുണ്ടാകും, ഖുർആൻ എടുത്തോതാൻ ഒരു മനസ്സുണ്ടാകും, തിന്മയിൽ നിന്നകലാൻ നന്മയിൽ സഞ്ചരിക്കാൻ ഒരു മനസ്സ് റബ്ബ് കൊടുക്കുമെന്നാണ്. യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം, ദീനിലേക്ക് ഒരു തുറവി റഹ്മാനായ റബ്ബ് അവന് നൽകുമെന്നാണ്. ആർക്ക്? നന്മയിലാകുമെന്ന് റബ്ബിന് ബോധ്യപ്പെടുന്നവർക്ക്. എന്നാൽ ഈ ഒരു ഇൻഷറാഹ് സദ്ർ മഹാന്മാരായ പ്രവാചകന്മാരുടെ ഭാര്യമാർക്ക് പോലും ലഭിച്ചിട്ടില്ല. മഹാനായ നൂഹ് നബിയുടെ ഭാര്യയ്ക്ക് ഇൻഷറാഹ് സദ്ർ കിട്ടിയില്ല. അപ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാകുന്നത്. ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് നബിയുടെ ഭാര്യയ്ക്ക് ഇസ്ലാമിലേക്ക് തുറവി കിട്ടിയില്ല. കൂടെ കഴിയുന്ന ഭർത്താവ് പ്രവാചകനായിട്ട് പോലും. ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് ഖുർആൻ പറഞ്ഞല്ലോ, യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഒരു തുറവി നൽകുമെന്നത് ലഭിച്ചില്ല. നൂഹ് നബിയുടെ ഭാര്യയ്ക്ക് ലഭിക്കാത്ത, ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് ലഭിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായ അബൂ ത്വാലിബിന് ലഭിക്കാത്ത ആ മനുഷ്യന് കിട്ടിയില്ല. അള്ളാന്റെ റസൂൽ ശ്രമിച്ചു നോക്കി, പിന്നാലെ കൂടി നോക്കി. മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും റസൂലുള്ള പറഞ്ഞ് റസൂൽ ചെന്ന് നസീഹത്ത് കൊടുത്തു. ആ ഹൃദയത്തിന്റെ ഒരു വിശാലത അതിലേക്ക് തുറന്നു കിട്ടിയില്ല. ഇതിന് ഏറ്റവും പ്രധാനം എന്താണെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വയം തോന്നണം. നമുക്ക് നന്മയിലാകണം, എനിക്ക് നന്നാവണം, സൽപാന്താവിലാകണം. എന്റെ റബ്ബ് അറപ്പും വെറുപ്പും ഉള്ളതാകുന്ന ഒരു അവസ്ഥയും സൃഷ്ടിച്ച് ഇക്കാണുന്ന അനുഗ്രഹങ്ങളൊക്കെ നൽകി പറഞ്ഞു വിട്ടത് എന്റെ സൃഷ്ടിപ്പ് കൊണ്ട് ലക്ഷ്യം അവൻ കണ്ടിട്ടൊന്ന് തിരിച്ചറിവ് നമുക്ക് സ്വയം ഉണ്ടാകണം. അതാണല്ലോ ഖുർആനിലായത്ത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വന്തം നിലപാടിൽ മാറ്റത്തിനൊരുക്കമില്ലാത്തവനെ അള്ളി മാറ്റൂല എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദീനിലേക്ക് ഒരു തുറവിയുള്ള മനസ്സല്ലാഹു നമുക്ക് നൽകിയത് കൊണ്ടാണ് ഈ സദസ്സിൽ ഞാൻ നിങ്ങളും എത്തിയത്. അതാണ് അള്ളൊരു മനുഷ്യൻ നന്മയിലാകണമെന്ന് ആഗ്രഹിച്ചാൽ യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അല്ലാഹു അവനൊരു തുറവി നൽകും. ഇനി ബാക്കിയുള്ള ആയത്തോ, ഒരു മനുഷ്യൻ നന്മയിലാകില്ലെന്ന് റബ്ബിന് ബോധ്യപ്പെട്ടാൽ അല്ലാഹുവിനെ നിരീക്ഷിക്കുന്നു, 1000 അവസരങ്ങൾ നൽകുന്നു, ഓ നന്നാകൂല എന്നുള്ളാക്ക് ബോധ്യപ്പെട്ടാൽ യജ്അൽ സദ്റഹു ലയ്യകൻ ഹറജാ കഅന്നമാ യസ്അദു ഫിസ്സമാ, അവന്റെ ഹൃദയം കൊട്ടിയടക്കപ്പെടും. അവന്റെ ഹൃദയത്തിന് അല്ലാഹു ദീനിലേക്ക് തുറവി നൽകൂല. അപ്പൊ അവനെ പള്ളി കാണൂല, ദീനിന്റെ മജ്ലിസിൽ കാണൂല, ഒരു നന്മയിലും കാണൂല. അവന്റെ ഹൃദയം യസ്അദു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് നേരെ അവന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. അവൻ ആരെപ്പോലെയാ? കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശലോകത്തേക്ക് കയറിപ്പോകുന്നവനെ പോലെയാണ്. ബഹിരാകാശ യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു പരിധി വരെ ആകാശത്തിന്റെ മുകളിൽ പോയ പിന്നെ ജീവവായു ലഭിക്കുമല്ലോ, നെഞ്ചുടക്കം അനുഭവപ്പെടും. ദീനിനോടൊരു താല്പര്യക്കുറവ്, ഇസ്ലാമിനോടൊരു താല്പര്യക്കുറവ്, ദീനിയായ കാര്യങ്ങളോടൊരു റാഹത്തില്ലായ്ക. ഞാൻ സൂചിപ്പിക്കണം എന്താണെന്നോ പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ഭാഗ്യമുള്ള ആളുകളാണ്, ഈ തുറവി കിട്ടിയവരാണ് നമ്മൾ. ഈ ആയത്ത് റസൂൽ വിശദീകരിച്ചപ്പോഴേ പ്രവാചകൻ തിരുമേനിയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ ദീനിലേക്ക് മനസ്സ് തുറന്നു കിട്ടിയെന്ന് ഞങ്ങൾക്കറിയാൻ വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് തുറന്നു കിട്ടിയുണ്ടോ എനിക്ക് അറിയാൻ വല്ല തെളിവുണ്ടോ? പേരിക്കണം നിങ്ങൾക്ക് അത് പറയുമ്പോ എനിക്ക് ആ യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം ലഭിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. ഇത് റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ എന്താണ് ഞങ്ങൾക്ക് അറിയാനുള്ള, അത് അറിയാനുള്ള വല്ല വഴിയുമുണ്ടോ? അള്ളാഹിന്റെ റസൂൽ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അൽ ഇനാബത്തു ഇലാ ദാറിൽ ഖുലൂദ്, അൽ ഇനാബത്തു ഇലാ ദാറിൽ ഖുലൂദ്, ശാശ്വത ലോകത്തിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു താല്പര്യം എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. ഇനാബത്ത് പറഞ്ഞ ശരിക്ക് അനാബ യുനീബ് മുനീബ് പറഞ്ഞ സ്വർഗം കിട്ടുന്നവരെ പറ്റി ഖുർആൻ ഉപയോഗിച്ചൊരു പ്രയോഗമാണ്. ജാഅ ബിഖൽബിൻ മുനീബ്, ഖേദമുള്ള മനസ്സ്, അള്ളാഹുവിലേക്ക് എപ്പോഴും ഇവിടം വിട്ടു പോകണമെന്നൊരു ചിന്ത ഇങ്ങനെ നിറഞ്ഞൊരു മനസ്സുണ്ടാവും. ഇനാബത്ത് ഇരിക്കണേ എനിക്കും നിങ്ങൾക്കില്ലേ പ്രിയപ്പെട്ടവരെ? ഈ ജീവിതം ശാശ്വതമല്ല, ഇന്നയിൽ നിന്നാൽ എവിടുന്ന് പോകണം. എന്തൊക്കെ സുഖങ്ങളും സന്തോഷങ്ങളും എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിലും ഇവിടം വിട്ടു പോകണമെന്നൊരു മനസ്സ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിത് കാണാൻ സാധിക്കുന്നു. ഈത്തപ്പനോലയിൽ റസൂൽ ഇങ്ങനെ കിടക്കുകയാണ്, മുതുകത്തിങ്ങനെ ഈത്തപ്പനോലയുടെ പാടുകളുണ്ട്. സ്വഹാബത്ത് കണ്ടിട്ട് സഹിക്കുന്നില്ല, നബിയോട് വന്ന് ചോദിച്ചു, നബിയേ അങ്ങേക്ക് നല്ലൊരു മെത്ത ഉണ്ടാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? മാലി വലി ദുനിയ, ഞാൻ ഈ ദുനിയാവ് എന്ത് ബന്ധാളുള്ളത്? ഒരു യാത്രക്കാരൻ എവിടെങ്കിലും ഒന്ന് വൈകുന്നേരം തലചായ്ക്കും, ഇവിടം വിട്ടു പോകണ്ടേ. ഈ ഒരു തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവർ, ഈ ഒരു മനസ്സ് എപ്പോഴും ഇവിടം വിട്ടു പോകണം. ഇനാബത്തു ഇലാ ദാറിൽ ഖുലൂദ്, ഇരിക്കണം എനിക്കും നിങ്ങൾക്ക് ഉണ്ടോ? ആലോചിക്കൂ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഇവിടുന്ന് പോകണം. എനിക്ക് എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് പോകണം.
അവനെ കണ്ടുമുട്ടണം. അതാണ് എന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. അതാണ് ആ റസൂലുള്ളാഹി പറഞ്ഞ അൽ ഇനാബ ഇലാ ദാറുൽ ഖുലൂദ്. 2 വത്തജാഫി അൻ ദാരിൽ ഖുറൂർ, വഞ്ചന നിറഞ്ഞ ലോകത്തോടൊരു അറപ്പ്, ഒരു താല്പര്യക്കുറവ്. എന്നാ ദുനിയാവ് വേണ്ടാന്നല്ല, ഇവിടെ സമ്പത്ത് ഉണ്ടാക്കണ്ടെന്നല്ല, പക്ഷെ ആഖിറത്തിന്റെ യാത്രയുടെ മുന്നിൽ ഇതും തടസ്സാവില്ല വിശ്വാസിക്ക്. അതിനോടൊരു അല്പം അകൽച്ച അവനുണ്ടാകും. അവസാനം റസൂലുള്ളാഹി 3-ാമത്തെ ലക്ഷണമായി പറഞ്ഞത് ഇസ്തിഇദാദുൽ മൗതി ഖബല ലിഖാഇൽ മൗത്ത്, മരണം വരുന്ന മരണത്തിന് ഇങ്ങനെ റെഡിയായി നിൽക്കും. വിശ്വാസികളെ ഞങ്ങളെ ചോദിക്കാം, ഇപ്പൊ ഒരു ബഹുമാനായ ഒരു വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇവിടുന്ന് മജ്ലിസിന് ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവർ, നമ്മളെ ക്ലാസ്സിലും നമ്മളെല്ലാറ്റിലും നിറഞ്ഞു നിരുന്നൊരു വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹം കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിച്ച് ട്രീറ്റ്മെന്റിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസം നൽകുമാറാകട്ടെ, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ, അള്ളാഹു ശരീരത്തിൽ ആ ചികിത്സ ഫലിക്കുന്നൊരവസ്ഥ വിശേഷം നൽകുമാറാകട്ടെ. ഒക്കെ നമ്മുടെ കാര്യം എങ്ങനെയുള്ളൂ പ്രിയപ്പെട്ടവരെ, എപ്പോഴും പ്രാർത്ഥിച്ചോളി. ആരോഗ്യത്തിന് ആഫിയത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചോളി. ഏറ്റവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ അസ്അലുക അൽഅഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായ മാലി വ അഹ്ലി. അദ്കാർ സുബാഹും മസാവും ചെല്ലാത്തൊരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദിക്ർ ചെല്ലാത്തൊരു കുട്ടിയും ഈ അനുഗ്രഹീതമായ മജ്ലിസ് ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷയാണ്. അതിന് ചെല്ലിയ വല്ലാത്തൊരു കരുത്താണ്. അള്ളാന്റെ ഒരു കാവലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഒരു സഹാബി ഒരിക്കൽ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന കണ്ടു. അള്ളാന്റെ ചോദിച്ചു, ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ലെന്ന് ചോദിച്ചു. ആ സഹാബിയുടെ റസൂൽ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ ചോദിച്ചു. അപ്പൊ ആ സഹാബി പറഞ്ഞു, ഇല്ല, എന്നാ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആരോഗ്യത്തിന് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്രി, ലാ ഇലാഹ ഇല്ലാ അൻത്. ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ എപ്പോഴും ജീവിതത്തിലുണ്ടാകും. മാരക രോഗങ്ങൾ വരാതിരിക്കാൻ, മാരാരോഗങ്ങൾ വരാതിരിക്കാൻ ഒക്കെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ കരുത്താണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുന്നു എന്ന് വലിയൊരു ഭാഗ്യമാണ്. തഖ്വയുള്ള മനസ്സിന്റെ ഉടമകളായി പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കണം. നമ്മൾ എത്ര കാലമായി നസീഹത്തുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. പ്രായമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, ചെറിയ പ്രായമുള്ള ആളുകളുണ്ട്. എത്ര കാലമായി നമ്മൾ നസീഹത്തുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. അള്ളാഹിനെ പറ്റിയുള്ള ഒരു ഭയപ്പാടുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹിനെ പറ്റിയുള്ളൊരു മനസ്സ്, തഖ്വയുള്ള മനസ്സ്. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം ജീവിതത്തിന്റെ സകല നീറ്റലുകൾക്കും പരിഹാരം ഖുർആനെ പറ്റിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ടോ, കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടോ അതിന് പരിഹാരം പരിശുദ്ധ ഖുർആനാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ തണലിൽ നമ്മൾ ജീവിച്ചാൽ ജീവിതത്തിലെ സകല പ്രതിസന്ധികളിലും കരുണാവാരിധിയായ റബ്ബിന്റെ ഇടപെടലുകൾ ഉണ്ടാവും. ഈ ലോകത്ത് അത് തെളിയിച്ചൊരു വസ്തുതയാണ്. അങ്ങനത്തെ ഒരു ഉമ്മത്ത് ഇവിടെ ജീവിച്ച് പ്രിയപ്പെട്ടവരെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അള്ളാന്റെ ഖുർആന്റെ തണലിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാണ്, നമ്മൾ സമാധാന ചിത്തരാണ്. ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹിനെ അനുഭവിച്ചറിയണം, സൃഷ്ടാവിനെ അനുഭവിച്ചറിയണം, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടണം. ഖുർആനിലെ ആയത്തിനെ കേൾക്കുമ്പോ നമുക്കൊരു വല്ലാത്തൊരു ഈജാനൊരു കൽബിൽ പോകപ്പെടണം. ഒട്ടനവധി സമൂഹത്തെ പരിവർത്തിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ നിലക്ക് നമ്മൾ ഈ ഗ്രന്ഥത്തെ കാണും. വിശ്വാസികളെ, ഞാൻ സൂചിപ്പിക്കണം, തഖ്വയുള്ള മനസ്സിന്റെ ഉടമകളായി ഞാൻ നിങ്ങൾ മാറണം. അള്ളാഹിനെ പറ്റിയുള്ളൊരു ഭയപ്പാട്. ശരിക്കും മുത്തഖീങ്ങളാണോ? ദുനിയാവിന്റെ കാര്യത്തിലും പേടിക്കണ്ട, ആഖിറത്തിന്റെ കാര്യത്തിലും പേടിക്കണ്ട, ഒരു കാര്യത്തിലും പേടിക്കണ്ട. യഥാർത്ഥ തഖ്വയുള്ളവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രയാസങ്ങൾ, എന്തൊരു കാര്യത്തിൽ ഇറങ്ങിയാലും കുറെ തട്ടിത്തടവ്, എന്തായാലും എന്തൊരു ഏർപ്പാടിലിറങ്ങിയാലും ഒരു ബർക്കത്ത് ലഭിക്കുന്നില്ല. എവിടെയും പ്രയാസങ്ങൾ, കുടുംബത്തിലും മക്കളിലൊക്കെ. അതൊക്കെ നമ്മളിങ്ങനെ, അതൊക്കെ പരീക്ഷണമാണ്. ദുനിയാവ് അങ്ങനെ കുറെ പരീക്ഷണങ്ങളുടെ ഇടയിൽ തന്നെയാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അള്ളാന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആലോചിക്കും. ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ട്. അള്ള നമ്മളെ കൈവടിയുന്നോ എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ എവിടെയോ നമ്മുടെ ജീവിതത്തിന്റെ ഏതോ കോണിൽ എന്തോ ജീവിതത്തിൽ തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അള്ള ഇഷ്ടപ്പെടാത്തത് എന്തോ നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയൊരു വീക്ക്നെസ് അത് അള്ള നമ്മളെ കൃത്യമായി ശ്രദ്ധിക്കുന്നു. ത്വലാഖ് സൂറ അറിയാത്ത ഒരാരായി കൂട്ടത്തിൽ ജീവിതത്തിന് സമാധാനം നൽകുന്ന ഒരായത്താണ് ഞാൻ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. വമൻ യത്തഖില്ലാഹ, ആരല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, ആര് മുത്തഖിയായി ജീവിക്കുന്നുവോ, ആരല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നുവോ, തന്നവൻ കാണുന്നു, തന്നവൻ നിരീക്ഷിക്കുന്നു, അവനറിയാത്തൊരു നിമിഷവും എന്റെ ജീവിതത്തില്ല എന്ന മനസ്സോടെ അവൻ കൽപ്പിച്ച കൽപ്പനകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി അവൻ വിലക്കിയ വിലക്കുകളിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ അകന്ന് നിങ്ങളും ജീവിക്കുന്നുവെങ്കിൽ
യജ്അൽ ലഹു മഖ്റജാ, ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളിലും റബ്ബിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. ഏതേത് പ്രതിസന്ധികളും അല്ലാഹ് ഇടപെടും. ഒരു കാര്യത്തിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഭയപ്പെടണ്ട. അള്ളാഹുവിന്റെ വചനമല്ലേ, വമയ്യത്തക്കില്ലാ, ആണോ പെണ്ണോ വ്യത്യാസമില്ല, ആരല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹുവിന് തുറവി നൽകും, അല്ലാഹുവിന്റെ കാര്യത്തിൽ ഇടപെടും, അവന്റെ ഉപജീവനം അല്ലാഹ് വിശാലമാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അറിയാത്ത രൂപത്തിൽ അവൻ അല്ലാഹ് ബറക്കത്ത് നൽകും, അനുഗ്രഹം നൽകും, ജീവിതാഭിവൃദ്ധി നൽകും, റിസ്കിൽ വിശാലത നൽകും. എന്നതിന്റെ നേരെ വിപരീതം എന്താ? തഖ്വല്ലെങ്കിൽ ഒന്നും ഉണ്ടാവൂല അല്ലേ? അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകണോ? 100% തഖ്വയുള്ളവരായി ജീവിക്കണം. എന്താ തഖ്വയുടെ നിർവചനം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നു. തഖ്വയുടെ നിർവചനം, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക്, അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ഭയപ്പാടാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏത് തുറകളിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ്. പാലക്കാരി പെൺകുട്ടിക്കുണ്ടായ ഈമാനില്ലേ? ആട്ടിടയുണ്ടായ ഈമാനില്ലേ? ആരും കാണില്ലെങ്കിലും എന്റെ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരാണും പെണ്ണും തനിച്ചാവുകയാണ്. മൂന്നാമതാരാ? ശൈത്താനാണ്. ആണും പെണ്ണും തനിച്ചാകുമ്പോ മൂന്നാമത് പിശാചാൻ രണ്ടുപേരെയും വേണ്ടാത്തരങ്ങളിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോകും. അവിടെ ശ്രദ്ധിക്കാനും അവിടെ അപകടത്തിൽ ചാടാനും അവിടെ ചെളിക്കുണ്ടിൽ വീഴാതിരിക്കുന്നു ഞാനും നിങ്ങളും എങ്കിൽ തഖ്വയുള്ളവരാണ് അല്ലേ? ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സഹോദരിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗർഭിണിയായ ഒരു സ്ത്രീ പ്രാർത്ഥിക്കാണ്, ഞാൻ മരിച്ചുപോയെങ്കിൽ. ഗർഭിണിയായ ഒരു സ്ത്രീ പ്രാർത്ഥിക്ക, ഞാൻ പ്രസവിക്കുന്നതോടുകൂടി മരിച്ചുപോയെങ്കിൽ എന്റെ കുട്ടി സുരക്ഷിതനായി നിന്നോട്ടെ. ഏതാണ് ഈ സ്ത്രീ? തഖ്വയാൽ റഹ്മാനായ റബ്ബ് ബോധ്യപ്പെട്ടൊരു സ്ത്രീയാണ്. തഖ്വയുള്ള മനസ്സിന്റെ ഉടമയാണെന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ടൊരു സ്ത്രീയാണ്. അള്ളാഹു ആ സഹോദരിയുടെ കാര്യത്തിൽ ഇടപെട്ടത് സൂറത്ത് മറിയമിലൂടെ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹ് ഇടപെട്ടു. ആണും പെണ്ണും ഇങ്ങനെ ഒറ്റക്കാക. ഒരു സ്ത്രീ പ്രാർത്ഥനയിൽ ഇങ്ങനെ മുഴുകുമ്പോ സുന്ദരനായ ഒരു മനുഷ്യൻ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുക. അപ്പൊ തന്നെ ആ സ്ത്രീ പ്രതികരിച്ചു, തഖ്വയുള്ള മനസ്സിന്റെ ഉടമയാണോ താങ്കളെങ്കിൽ എന്നെ ദേഹോപദ്രവമേൽപ്പിക്കല്ല. ആരോടാ പറയണത്? ജുറൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. അതെന്നെ പ്രയാസപ്പെടുത്താൻ വരല്ലേ? അള്ളാഹിനെ പേടിയുണ്ടോ? അവിടെയാണ് മാർക്കിട്ടത്. പ്രിയപ്പെട്ടവരെ, എല്ലാ ആണിനും പെണ്ണിനും ഹറാമ് ചെയ്യാൻ ഒരവസരം അല്ലാഹ് നൽകും. എനിക്ക് തരും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരും. ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരം സകലർക്കും നൽകും. പക്ഷേ ഒട്ടുമിക്ക ആളുകളും ആ ചെളിക്കുണ്ടിൽ വീഴാറാണ്. അവിടെ സൂക്ഷ്മത പുലർത്താൻ, അവിടെ റബ്ബിനെ ഭയന്നുകൊണ്ട് പിറകോട്ട് മാറാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് തഖ്വ. ഈ സ്ത്രീ ആ പുരുഷനെ കണ്ട മാത്രയിൽ പറയാണ്, അള്ളാനെ പേടി താങ്കൾക്കുണ്ടോ? എന്നെ ഉപദ്രവിക്കല്ലേ എന്ന്. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിക്കാൻ കടന്നു വന്ന വ്യക്തിത്വമല്ല, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുവെന്ന് സുവിശേഷം അറിയിക്കാൻ അല്ലാഹ് പറഞ്ഞയച്ച ഒരു ദൂതനാണ് ഞാൻ. അപ്പൊ എനിക്കെങ്ങനെ മക്കളുണ്ടാകും? ആ സ്ത്രീ അത്ഭുതപ്പെടാം. അത് അള്ളാന്റെ തീരുമാനം. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, ലോകത്ത് മാതൃകയായി എടുത്തുദ്ധരിച്ചൊരു മഹദിയാരാ? മഹദിയായ മറിയം ബീവിയാണ്. ഈ സഹോദരിയുടെ കാര്യത്തിൽ, മറിയം ബീവിയുടെ കാര്യത്തിൽ അള്ളാഹ് ഇടപെട്ടത് കണ്ടോ? ലോകാത്ഭുതമല്ലേ മറിയമിലൂടെ റഹ്മാനായ റബ്ബ് ലോകത്തെ ബോധ്യപ്പെടുത്തിയത്. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി. ആ സ്ത്രീ പ്രാർത്ഥിക്ക, ഞാൻ മരിച്ചു പോയെങ്കിൽ. നാട്ടുകാരൊക്കെ കുത്തുവാക്കുകളാൽ തന്നെ വേദനിപ്പിക്കുന്നു, എനിക്കത് കേൾക്കാൻ വയ്യ. കാരണം എന്താ? വയറ്റ് കിടക്കുന്ന കുട്ടി റഹ്മാനായ റബ്ബിന്റെ ഖുദ്റത്ത് കൊണ്ടുണ്ടായതാണെന്ന് ആര് പറഞ്ഞാലും ബോധ്യപ്പെടൂല. ആരോട് പറഞ്ഞാലും ബോധ്യപ്പെടൂല. ഇത് അള്ളാന്റെ ഖുദ്റത്താണെന്ന് ആരോട് പറഞ്ഞാലും ബോധ്യപ്പെടൂല. അയിലാ സ്ത്രീ ആഗ്രഹിക്കാണ്, ഞാൻ മരിച്ചോട്ടെ. പക്ഷേ ആ കണ്ണീര് കണ്ട കരുണാവാരിധിയായ റബ്ബ് വിളിക്കുകയാണ്, അല്ലാ തഹ്സനീ, വ്യസനിക്കണ്ട. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എന്ത് നീറ്റലുകൾ എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിലും, എന്തു മാനസികമായ പ്രയാസങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിലും, റബ്ബിന്റെ മുന്നിലാണ് പറഞ്ഞാൽ, അവന്റെ മുന്നിൽ കണ്ണുനീർ പൊഴിച്ചാൽ ആ കണ്ണീര് കാണാൻ ഏഴാകാശങ്ങൾക്ക് മീതെയുള്ള റബ്ബൊരുക്കമാണ്. അതാണ് നാദാ മിൻ തഹ്തിഹാ. അല്ലാഹ് വിളിച്ചു ചോദിക്കു പറയുകയാണ്, ദുഃഖിക്കണ്ട മറിയം, കുടിക്കാൻ വെള്ളം ഞാൻ നിനക്ക് തരാം, കഴിക്കാൻ ഫുഡ് ഞാൻ നിനക്ക് തരാം, മാനഹാനിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യാം. ഞാൻ പറഞ്ഞ തഖ്വയുള്ള മനസ്സിന്റെ ഉടമകളായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറണം. അള്ളാഹുള്ള ഭയപ്പാടുള്ളവരാകണം. അള്ളാഹ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ദുനിയാവിന്റെ കാര്യത്തിലും പേടിക്കണ്ട.
ആഖിറത്തിന്റെ കാര്യത്തിലും പേടിക്കണ്ട. അള്ളാഹുവിന്റെ ഇടപെടൽ ഈ ഇരിക്കണം. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, അള്ളാഹ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ? ആ മുത്തലാഖിലെ ആ ആയത്തിന്റെ തൊട്ട് താഴെ ആയത്ത് എന്താണെന്നോ, ആരല്ലാനെ പേടിച്ച് ജീവിക്കുന്നുണ്ടോ അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹ് എളുപ്പമാക്കി കൊടുക്കും. ഖുർആന്റെ വചനമല്ല പ്രിയപ്പെട്ടവരേത്. അപ്പൊ കാര്യം എളുപ്പാകണില്ലെങ്കിൽ നമ്മളിൽ എന്തൊക്കെ ചില കാപ്പട്യമുണ്ട് എന്ന് മനസ്സിലായിക്കോളും. കറക്റ്റ് ചെയ്യണം നമ്മൾ. ഖുർആന്റെ വചന ആര് തഖ്വയോടെ ജീവിക്കാൻ ഒരുക്കമാണോ അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹ് എളുപ്പമാക്കി കൊടുക്കും. എല്ലാ കാര്യവും എളുപ്പം. അവന്റെ എല്ലാ കാര്യത്തിലും അല്ലാഹ് ഇടപെടും. ഖുർആൻ നമുക്ക് എത്ര ചരിത്രങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളുകളേറെയായി ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഖുർആൻ പഠിക്കുന്ന QHLSകളിൽ നിത്യസന്ദർശകരായിരിക്കുന്നവർ, കുടുംബസമേതം ദീനിന്റെ വിജ്ഞാന വേദികളിൽ നിറഞ്ഞിരിക്കുന്നവരെ, ഈ മഹൽ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ ഗ്രന്ഥമായിട്ടുണ്ടോ? നമ്മുടെ മനസ്സിന്റെ നീറ്റലുകൾക്ക് പരിഹാരമായിട്ടുണ്ടോ എന്ന് ഓരോരുത്തർ ആലോചിക്കും. ഞാൻ എന്നോടാണ് ഈ സംസാരിക്കുന്നത്. ഓരോരുത്തർ ആലോചിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഖുർആനാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആന്റെ തണലിലാണ് ജീവിച്ചാലേ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ ഭയപ്പെടണ്ട. നമ്മുടെ മാതാപിതാക്കളോട് സ്വർഗലോകത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോ അല്പകാലം നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചേക്കണം. എന്നിട്ട് ആദമിന്റെ നമ്മുടെ ഉപ്പ ഉമ്മയിലൂടെ എനിക്കും നിങ്ങൾ കിട്ടിയൊരു സുവിശേഷ വാർത്ത എന്താ? فمن تبع هدايا فلا خوف عليهم ولا هم يحزنون. അല്ലാഹുവിൽ നിന്നുള്ള സത്യ സന്ദേശം കടന്നു കിട്ടുമ്പോ വന്നെത്തുമ്പോ ആരതിനെ തന്റെ ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിച്ചോ ഒരു പേടിയും പേടിക്കണ്ട. ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു ഭയപ്പാടും വേണ്ട. ആഖിറത്തിന്റെ കാര്യം ദുഃഖിക്കും വേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെയൊക്കെ കാലങ്ങളായുള്ള പ്രാർത്ഥന എന്താ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് പരിശുദ്ധ ഖുർആനിലെ ബഖറ സൂറയിലെ ഒരു പ്രാർത്ഥനയാണ്. ഇത് എവിടെ വന്ന പ്രാർത്ഥനയെന്നോ? ഹജ്ജിന് പോകുന്ന ഹാജിമാർ, വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മക്കയിൽ ചെല്ലുമ്പോൾ, അതും പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ, മഹാനായ പ്രവാചകൻ തിരുമേനിയും റുക്കുനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെ ഇടയിൽ പ്രാർത്ഥിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട പ്രാർത്ഥനയുണ്ട്. കഅബ തവാഫ് ചെയ്യുമ്പോൾ റുക്കുൽ യമാനിയുടെ അരികിലെത്തിയാൽ അവിടുന്ന് ഹജറുൽ അസ്വദിനിടക്ക് ഹാജിമാർ ഇത് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്: റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്നാ ദുനിയാവ് കൊണ്ട മാത്രം പ്രാർത്ഥിക്കുന്നവർക്ക് പരലോകത്തൊന്നും കൊടുക്കൂലെന്ന്. അതിന്റെ മുമ്പത്തായത് അവരിൽ ചില ആളുകളുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഹസനത്ത് കൊണ്ടാ എന്ന് മാത്രം ദുആ ചെയ്യുന്നവർ, മാലഹു അവനില്ലാ ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ഒരു പങ്കും പരലോകത്ത് അല്ലാഹു കൊടുക്കൂലെന്ന്. മറിച്ച് ഇവിടെയും അവിടെയും കൊണ്ടാന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ആ പൂർണ്ണാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പുലരണമെന്ന് ആഗ്രഹിക്കാത്തവരാരുമില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഒരു ആഗ്രഹം സഫലമാകണമെങ്കിൽ അള്ളാന്റെ ഖുർആന്റെ തണലിൽ നമ്മൾ ജീവിക്കണം. ആ പ്രാർത്ഥന അർത്ഥം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമ്മൾ വിഷയത്തിലേക്ക് വരും. എന്താ അതിന്റെ അർത്ഥം? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഹസനത്ത് കൊണ്ടാ. എന്താ ദുനിയാവിൽ ഹസനത്ത്? നല്ല സുന്ദരമായ വീടാ? നല്ല സമ്പാദ്യാണോ? കുറെ മക്കളാണോ? കുറെ ഐശ്വര്യങ്ങളാണോ? അല്ല പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കും നമ്മുടെ മനസ്സിൽ തെളിയേണ്ട ഏറ്റവും വലിയ ചിന്ത എന്താണെന്നോ? ദുനിയാവിലെ ഹസനത്ത് സ്വാലിഹായ ഇണയാണ്, ദുനിയാവിലെ ഹസനത്ത് സ്വാലിഹായ ഭർത്താവാണ്, സ്വാലിഹായ ഭാര്യയാണ്, ദുനിയാവിലെ ഹസനത്ത് സ്വാലിഹീങ്ങളായ സന്തതികളാണ്, ദുനിയാവിലെ ഹസനത്ത് ഹലാലായ സമ്പാദ്യമാണ്. ഇതിനാ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹ് ദുനിയാവിൽ കുറെ മുതൽ കൊണ്ടാ എന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അല്ലാഹ് സ്വർഗരോഗത്തേക്ക് എത്തിപ്പെടാൻ ഖിദ്മ ചെയ്യാൻ ഒരു ഇണ. ഭാര്യക്ക് എന്തിനാ ഭർത്താവ്? ഭർത്താവിനെന്താ ഭാര്യ? ദുന്യവിയായ വിഷയങ്ങൾക്കല്ല പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായി ഭാര്യ ഭർത്തൃബന്ധം. മറിച്ച് സ്വർഗം കിട്ടാൻ തനിക്ക് ഖിദ്മ ചെയ്യാൻ പറ്റുന്നൊരു ഇണ. അതല്ല റസൂലുള്ളാഹി പറഞ്ഞത്, ആഖിറത്തിൽ നിനക്ക് സഹായിയായി വർത്തിക്കുന്നൊരു ഇണ. ഏറ്റവും നല്ല പെണ്ണാരാ? കാണാൻ സൗന്ദര്യമുള്ളവൾ എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. സുബൈക്ക് തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്നവളാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചുവെങ്കിൽ അതാണ് ദുനിയാവിലെ ഹസനത്ത്. അങ്ങനത്തെ ഒരു ഇണ നമുക്കുണ്ടോ?
ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അദ്ദുനിയാ മതാ വ ഖൈറു മതാ അദ്ദുനിയാ അൽ മർആ സ്വാലിഹാ. ദുനിയാവ് ഒരു വിഭവമാണ്, ഇവിടുത്തെ ഏറ്റവും നല്ല വിഭവം ഏതാ? സ്വാലിഹത്തായ മർഅത്താണ്. റബ്ബനാ ആതിനാ എന്ന പ്രാർത്ഥന നാളുകളേറെയായി ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മനസ്സിൽ തെളിയേണ്ട ചിന്ത, പടച്ചോനെ സാലിഹായ ഇണ, സ്വാലിഹായ ഭർത്താവ്, സ്വാലിഹായ ഭാര്യ, ദീനുള്ള മനസ്സുള്ളൊരു പെണ്ണ്, ദീനിനോട് താല്പര്യമുള്ളൊരു ഭർത്താവ്, ആ രണ്ടാളുകൾക്കും ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ, അതാ ദുനിയാവിലെ ഹസനത്ത്. ദുനിയാവിലെ ഹസനത്തിലെ പ്രിയപ്പെട്ടവരെ, വാപ്പിയും മക്കളൊക്കെ പാടെ ദീനിന്റെ അന്തരീക്ഷത്തിലാണെങ്കിൽ എന്തൊരു സന്തോഷാണത്. ആഖിറത്തിലും അവർക്ക് ഒരുമിച്ചുകൂടാം, ആഖിറത്തിലൊക്കെ ഒരുമിച്ചുകൂടാം. 10 മക്കളുണ്ട് വീട്ടിൽ, മാതാപിതാക്കൾ സന്തോഷത്തോടെ കഴിയുന്നു. 10 ആളുകളും ദീനിലാണെങ്കിൽ അവർക്ക് ശാശ്വത ലോകത്ത് അല്ലലില്ലാത്ത അലട്ടില്ലാത്ത ലോകത്ത് ഒത്തുചേരാം. മറിച്ച് മക്കൾ ദീനിലല്ല, ഇസ്ലാമിയത്തവരിലില്ല, സ്വാലിഹീങ്ങളല്ലെങ്കിൽ മരിക്കുന്നതോടുകൂടി അവർ വേർപിരിയുകയാണ്. എല്ലാവരും ആലോചിച്ചു നോക്കാണി, നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അപ്പൊ ദുനിയാവിൽ ഹസനത്ത് സ്വാലിഹീങ്ങളായ മക്കൾ അല്ലെ. പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പോ, സുബഹിക്ക് ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പോ, അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് ഉണരുന്ന വീട്, വാപ്പയതാ തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഉമ്മയതാ തൊട്ടപ്പുറത്ത് മുസല്ലയിട്ട് തഹജ്ജുദ് നമസ്കരിക്കുന്നു, മക്കളും അതാ എണീറ്റ് വരുന്നു, അതാ ഖുർആൻ പാരായണം ചെയ്യുന്നു. ആ വീട് എത്ര ഐശ്വര്യമുള്ള വീടാണ്. റഹ്മത്തിന്റെ മലക്കയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമല്ല പ്രിയപ്പെട്ടവരെ ആ വീട്. നമ്മുടെ വീടുകൾ അങ്ങനെയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ആലോചിക്കണം. നമ്മുടെ വീടുകൾ വയല് കേൾക്കാനല്ല, നമ്മുടെ വീടുകൾ അങ്ങനത്തെ വീടുകളാകണം. അതാണ് സ്വാലിഹായ ഇണ എന്ന് പറഞ്ഞാൽ, അതാണ് സ്വാലിഹായ മക്കൾ എന്ന് പറഞ്ഞാൽ. അതാ ഹലാലായ സമ്പാദ്യം. ദുനിയാവിലെ ഹസനത്ത് ഹലാലായ സമ്പാദ്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഉദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളും. കുറെ മുതലുണ്ടായിട്ട് കാര്യമില്ല. ഹലാലല്ലാത്തൊരു ഫിൽസ് നമ്മുടെ കൈകളിൽ വന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റഹ്മാൻ റബ്ബിന്റെ അരികിൽ സ്വീകാര്യതയില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എന്ത് ഇബാദത്തെടുത്തിട്ടും കാര്യമില്ല. ഹജ്ജിന് പോയാൽ സ്വർഗം കിട്ടുന്ന ചില ആളുകളുടെ ധാരണ. അല്ലാഹു റസൂലും കൽപ്പിച്ചതുപോലെ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. എത്രത്തോളം എന്നാൽ ഹറാമായ സമ്പാദ്യം കൊണ്ടാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് ചെല്ലുമ്പോ ലബ്ബൈക വസഅദൈക എന്ന് പറയുന്നതിന് പകരം ലാ ലബ്ബൈക്, നിന്റെ ലബ്ബൈക് എനിക്ക് വേണ്ട. മലക്കുകൾ പറയാം, നിനക്ക് സൗഭാഗ്യം കിട്ടൂല, നിനക്ക് അനുഗ്രഹമല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യതയില്ലെന്ന് മലക്കുകൾ പറയുമെന്ന, ശപിച്ചുകൊണ്ടിരിക്കുമെന്ന. ഹലാലല്ലാത്ത സമ്പാദ്യമാണെങ്കിൽ അള്ളാഹു നമ്മെ സ്വീകരിക്കൂല പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ എന്ന് പ്രാർത്ഥിക്കുമ്പോ, റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഹലാലായ സമ്പാദ്യം, നല്ല സമ്പാദ്യങ്ങൾ, അതിനാ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. വഫിൽ ആഖിറതി ഹസനത്തൻ, ആഖിറത്തിൽ ഹസനത്തേതാ? ആഖിറത്തിൽ ഹസനത്തേതാ? ഈമാനോടെ മരിക്കാൻ സാധിക്കുക അല്ലേ? മലക്കുകൾ വന്ന് തൊട്ട് തലോടി നമ്മുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സന്തോഷകരമായ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലേ, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. ഇപ്പൊ ഈ സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് പ്രിയപ്പെട്ടവരെ കാണാൻ സാധ്യമല്ല, പക്ഷെ മരിക്കുന്ന സമയത്ത് കാണാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം റബ്ബ് നൽകും. നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ഒരു സംഘം മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്ന് ആശ്വസിപ്പിച്ച് നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും നമ്മുടെ റൂഹ്, നമ്മുടെ ശരീരം കഫം തുണിയിൽ പൊതിയുന്നതിനു മുമ്പ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധപൂരിതമായ കഫം പുടവയിൽ നമ്മുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകണം, ഇല്ലിയിലേക്ക് പോകണം. അള്ളാഹു നമുക്ക് നല്ല ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ പ്രിയപ്പെട്ടവരെ, ആഖിറത്തിൽ ഹസനത്ത് റാഹത്തായ മരണം, ഹിസാബി സീറാകുക, എല്ലാം എളുപ്പാകുക. അതാണ് വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ലക്ഷ്യ സാക്ഷാത്കാരം നമ്മളിൽ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഖുർആന്റെ തണൽ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, നാളെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ കൂട്ടുകുടുംബങ്ങളോടൊപ്പം ഒത്തുചേരണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് അതിനുള്ളൊരു വഴി എന്താണെന്നതിനെ പറ്റിയാണ് ജസ്റ്റ് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ തട്ടിമുട്ടി മുന്നോട്ട് പോകും. പക്ഷെ പരലോകത്തെത്തുമ്പോൾ നിത്യവാസത്തിന്റെ സ്വർഗം, ജന്നാത്തു അദിനിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗം. യദ്ഖുലൂനഹ, അതിൽ പ്രവേശനാനുമതി ലഭിക്കുന്നവർ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വസുദ്ദിയാതിഹിം, ഇവരൊക്കെ ഒരുമിക്കുക. ഇപ്പൊ നമ്മളെ വാപ്പ മരിച്ചു അല്ലേ, കുളിപ്പിച്ചോ കഴിഞ്ഞ് കഫൻ ചെയ്ത് പുറത്തെടുക്കുന്ന സമയത്ത് നമ്മൾ പറയും, ഒന്നുകൂടി ഒന്ന് മുഖം കാണട്ടെ എന്ന്. എന്തുകൊണ്ടാ? അത്രമാത്രം മനസ്സനക്കാണ് ഉപ്പാനോട് ഉമ്മാനോട്. എന്നാൽ വിശ്വാസികളെ, ഒരു ഈമാനോട് കൂടിയാണ് നമ്മുടെ വാപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടിയാണ് വാപ്പ മരിച്ചെങ്കിൽ ശാശ്വത ലോകത്ത് വാപ്പയുടെ കൂടെ ഒരുമിക്കാൻ പറ്റും. അതാ സ്വർഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിക്കുന്ന ലോകമാണ്. ഭർത്താവ് മരിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ നിങ്ങൾ കേട്ടിരിക്കും.
ഭർത്താവ് മരിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്താ ഭർത്താവ് സ്വർഗത്തേക്ക് പോയി എന്നതാണ് അൽഹംദുലില്ലാ. യുദ്ധക്കളത്തിൽ ഭർത്താവ് മരിച്ചു. ഓരോരുത്തരും യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഓരോരുത്തരോടും ചോദിക്കുക, ഇന്നാള് ഇന്നാള് ഇന്നാള്. റസൂലുള്ളാഹിക്ക് ഒന്നും സംഭവിച്ചില്ല, റസൂലുള്ളാഹി മരിച്ചിട്ടില്ല. അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു, നിങ്ങളെ പ്രിയപ്പെട്ടവനും പരലോകത്തേക്ക് സ്വർഗലോകത്തേക്ക് യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹി. വല്ലാത്തൊരു മനസ്സാ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിച്ചൊരു സ്ത്രീയുടെ മനസ്സാണ്. എന്താണ് തനിക്ക് തണിയായി തുണയായി സഹായിയായി ജീവിതത്തിന് എല്ലാമായ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോകുന്നില്ല, വിഷമമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ പ്രിയപ്പെട്ടവൻ സ്വർഗലോകത്തേക്ക് യാത്രയായി. അതിനുശേഷം ചരിത്രം അറിയുന്നവർക്കറിയാം, 3 മക്കളും തുടർന്ന് ശുഹദാക്കളുടെ ഗണത്തിൽപ്പെടാം. ശരിക്കും എന്തെങ്കിലും പ്രയാസം, എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ദഅവത്തിന് തടസ്സമോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ നമ്മൾ പറയും, ഇനി അങ്ങോട്ട് പോണ്ട, ഈ എന്തായാലും പോണ്ട എന്ന നിലക്ക് പലപ്പോഴും നമ്മുടെ മക്കളെയൊക്കെ തടസ്സപ്പെടുത്താറാണ്. തൊട്ടടുത്തൊരു യുദ്ധം വന്നപ്പോ 3 മക്കളെയും യുദ്ധക്കളത്തിലേക്ക് ഉമ്മ കൊടുത്തു വിടുക. അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ മക്കൾ ഇറങ്ങിത്തിരിക്കണം. ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള അടക്കളത്തിൽ നിങ്ങൾ അടരാടണം എന്ന് പറഞ്ഞിട്ട് 3 മക്കളെയും പറഞ്ഞു വിടുക. പ്രിയപ്പെട്ടവരെ, ആ 3 മക്കളും മരിച്ച വിവരം അറിഞ്ഞപ്പോ ആ സഹോദരി പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം. എന്റെ 3 മക്കളെ കൂടി ഏറ്റെടുത്ത് എന്നെ ആദരിച്ച റബ്ബേ, നിനക്ക് സർവസ്തുതിയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതൊക്കെ ഈ ഖുർആൻ സൃഷ്ടിച്ച വിപ്ലവമാണ്. അള്ളാന്റെ റസൂൽ അവിടെ മനസ്സുകളിലേക്ക് ഖുർആൻ ഇട്ട് കൊടുത്തപ്പോ അവളുണ്ടായ വിപ്ലവമാണ്. ആരാണ് ഈ മഹദി? ഖൻസാ റളിയല്ലാഹു തആല അൻഹയാണ്. ഖൻസാ റളിയല്ലാഹു തആല അൻഹ. അവിടെ ഖൻസയുടെ മനസ്സ് പോയത് എങ്ങനെയാണ്? ഇനി ഞാൻ ശ്രദ്ധിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചങ്ങ് മരിച്ചുപോയാൽ ശാശ്വത ലോകത്തിന്റെ പ്രിയപ്പെട്ട ഇണയോടുകൂടെ, അതാണ് സ്വർഗം എന്ന് പറഞ്ഞ ജന്നാത്തു അദിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗം. ജന്നാത്തു അദിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗം. യദ്ഖുലൂനഹാ, അതിൽ പ്രവേശനാനുമതി ലഭിക്കുന്നവരാരാ? വമൻ സലഹ മിൻ ആബാഇഹിം, സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ. സ്വാലിഹീങ്ങളാണോ മക്കളെങ്കിൽ അവിടെ ഒരുമിപ്പിക്കും. ഇണദീനിയായ നിലയിൽ സ്വാലിഹാണോ ഒരുമിപ്പിക്കും. യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുടെ കടന്നു വരലും സലാം പറച്ചിലും സമാധാനിപ്പിക്കുന്ന സലാം എന്ന വാക്കും. വല്ലാത്തൊരു ലോകല്ലേ പ്രിയപ്പെട്ടവരെ ആ സ്വർഗം. ഈ ക്ലാസ്സിൽ വന്ന കുടുംബസമേതം വന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. ആർക്കായി ഒരു ആഗ്രഹം ഇല്ലാത്തത് അല്ലേ? ഇളം പ്രായത്തിൽ മക്കൾ മരിച്ചുപോയവരുണ്ട്, അവരെ കാണണ്ടേ? സ്വർഗത്തിലാണോ അവരെങ്കിൽ പ്രിയപ്പെട്ടവരെ കാണാൻ അവസരമുണ്ട്. എല്ലാവർക്കും ഒരുമിക്കാൻ പറ്റുന്ന ലോകമാണ് ആ സ്വർഗലോകത്ത്. നമുക്കൊത്തൊരുമിച്ച് സന്തോഷത്തോടെ കഴിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. 114 സൂറ ഖുർആനിലുണ്ട്. 6236 ആയത്തുകൾ, അല്ലെങ്കിൽ 6236 ആയത്തുകൾ ഖുർആനിലുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജ സഹോദര സഹോദരിമാരോട് ചോദിക്കട്ടെ, എത്ര സൂറത്തിന്റെ അർത്ഥം നമുക്കറിയാം? എത്ര ആയത്തുകൾ നമുക്ക് ഹൃദിസ്ഥമായിട്ടുണ്ട്? എല്ലാവരും ആലോചിക്കണം. 50 തികഞ്ഞവർ ഈ കൂട്ടത്തിലുണ്ട്, 60 തികഞ്ഞവരുണ്ട്. വിശ്വാസികളെ, നമ്മുടെ ഇഹപര സൗഭാഗ്യത്തിനായി അല്ലാഹ് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, അനുഗ്രഹീതനായ പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ നമുക്കിറക്കി തന്ന വല്ലാത്തൊരു സമ്പത്താണ് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ഓതാൻ തുടങ്ങിയിട്ടും വീട്ടിൽ വെക്കാൻ തുടങ്ങിയിട്ടും മൊബൈൽ 2-3 കോപ്പികൾ ഉണ്ടായിട്ടും നാളുകളേറെയായി. ഞാൻ എന്നോട് ചോദിക്കട്ടെ, എത്ര ഖുർആൻ എനിക്ക് കാണാതെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്? എത്ര സൂറത്തിന്റെ അർത്ഥം എനിക്കറിയും? വിശ്വാസികളെ, എത്ര ഖുർആനുമായി എനിക്കും നിങ്ങൾക്കും ബന്ധമുണ്ടോ? എത്ര ഖുർആൻ എനിക്ക് കാണാതറിയുമോ അത്രക്കും ദർജ നാളെ പരലോകത്തുണ്ട്. എത്രമാത്രം ബന്ധം ആ ഗ്രന്ഥത്തോട് എനിക്കുണ്ടോ, നാളെ പരലോകത്ത് അത്രയും റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹം എനിക്കുണ്ട്. മുത്ത് റസൂൽ പറഞ്ഞില്ലേ, നാളെ മഹ്ശറിലെത്തുമ്പോ ഒരു വിഭാഗം ആളുകൾ റഹ്മാനായ റബ്ബ് മാറ്റി നിർക്കും. എന്നിട്ട് അല്ലാഹ് പറയും, എന്റെ വേണ്ടപ്പെട്ടവരാണിവർ. അല്ലാഹുവിന്റെ റസൂലിന്റെ വല്ലാത്തൊരു വാക്കാണ്. ഈ സംസാരം കേൾക്കുന്നവരെ നമുക്ക് ആ മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇന്നലില്ലാഹി അഹാലി മിനന്നാസി, അള്ളാഹ്ക്ക് ചില വേണ്ടപ്പെട്ടവരുണ്ട് അല്ലേ? നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ, വാപ്പുട്ടി മാഷ് എന്റെ വേണ്ടപ്പെട്ടവനാണ്, ഞാൻ പറയുന്നു നാളുകളേറെ അദ്ദേഹത്തോട് എനിക്ക് ബന്ധമുണ്ട്. നമ്മളെ വേണ്ടപ്പെട്ട ആളാ, അദ്ദേഹത്തെ ഞാൻ അങ്ങനെ പരിചയപ്പെടുത്താറുണ്ട് അല്ലേ? നിങ്ങൾ എവിടെ ചെല്ലുമ്പോ അറിയണ ഒരാളെ കാണുമ്പോ നമ്മൾ വേണ്ടപ്പെട്ട ആളാണെന്ന് പറയല്ലോ. ഈ ലോകത്തിന്റെ നാഥൻ, ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറബ് കോടാനുകോടി മനുഷ്യർക്കിടയിൽ മഹ്ശറിലെത്തുമ്പോ പറയുന്നു, ഇന്നലില്ലാഹി അഹാലി മിനന്നാസ്, ഇക്കൂട്ടർ നമ്മുടെ ആളുകളാണ്. അള്ളാന്റെ ഖുർആനുമായി ബന്ധമുള്ളവർ,
അവന്റെ മഹനീയ വചനങ്ങൾ പഠിക്കുന്നവർ, അതിന്റെ വെള്ളി വെളിച്ചത്തിലൂടെ ജീവിക്കുന്നവർക്കാണ് ആ മഹാഭാഗ്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ മഹാഭാഗ്യത്തിന് അർഹരാകാൻ സാധിച്ചിട്ടുണ്ടോ? ഖുർആൻ നമുക്ക് റബീഉ ഖുലൂബിന ആയിട്ടുണ്ടോ? ഈ പ്രാർത്ഥന നാളുകളേറെയായി ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആനൽ അളീമ റബീഅ ഖുലൂബിന. അല്ലാഹ്, ഈ മഹൽ ഗ്രന്ഥം എനിക്ക് ഹൃദയത്തിന്റെ വസന്തമാക്കണേ. റബീഅ ഖുലൂബിന വനൂറ സുദൂരിന, ഹൃദയത്തിന്റെ പ്രകാശമാക്കണേ. വജലായി അഹ്സാനിന, എന്റെ സകലമാന ദുഃഖങ്ങളുടെ വിഷമങ്ങളുടെ പരിഹാരമാക്കണേ. വദഹാബി ഹമ്മിന വഗമ്മിന യാ റബ്ബൽ ആലമീൻ. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. എന്തൊക്കെ വിഷമങ്ങളുണ്ടോ, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, പരിഹാരം പരിശുദ്ധ ഖുർആനാണ്. അതിന്റെ കൃത്യമായ തണലിലേക്ക് നമ്മൾ മാറി നിൽക്കണം. അള്ളാന്റെ ഖുർആൻ നമുക്ക് ഷഫീആയി നാളെ കടന്നു വരണമെങ്കിൽ ഖുർആൻ ഷഫീആയി കടന്നു വരും. ആരോരും സഹായിക്കാനില്ലാത്ത നിസ്സഹായതയുടെ ലോകമല്ലേ മാശറ. വത്തഖൂ യൗമാ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരാളും ഒരാൾക്കും ഉപകരിക്കാത്ത ലോകം. അല്ലാഹുവിന്റെ ഖുർആൻ ഷഫീആയി കടന്നു വരും. ആർക്ക്? പരിശുദ്ധ ഖുർആനുമായി ബന്ധമുള്ളവർക്ക്, അത് പഠിക്കുന്നവർക്ക്, അതിന്റെ മജ്‌ലിസുകൾ കൃത്യമായി ഞാനും നിങ്ങളും ഭാഗവാക്കായാൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എത്രമാത്രം നമുക്ക് ബന്ധമുണ്ട്. ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടോ? ആ ആയത്താണ് എന്നെ നിസ്കാരത്തിലേക്ക് എത്തിച്ചത്. ജമാഅത്തിന് പള്ളിയിൽ പോകാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ പരിശുദ്ധ വചനമാണ്. അല്ലെങ്കിൽ നരകം സത്യമാണ്, പരലോകം സത്യമാണ്, ഹിസാബ് സത്യമാണ്, സ്വർഗം സത്യമാണ് എന്നെ ബോധ്യപ്പെടുത്തിയത് ഈ ആയത്താണ്. എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റുന്ന വല്ല വചനങ്ങളുമുണ്ടോ? ആലോചിക്കൂ പ്രിയപ്പെട്ടവരെ. ഇന്നായത്ത് അള്ളാഹുവിന്റെ ഖുദ്റത്ത് എനിക്ക് ബോധ്യപ്പെടുത്തി. 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങി കിട്ടിയ ഈ വചനം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നിന്റെ വിഷയങ്ങളെ പറ്റി പറയുന്നു. അപ്പൊ അത് അള്ളാന്റെ കലാമാ, മുത്തറസൂലിന്റെ വാക്കല്ല, മനുഷ്യന്റെ സൃഷ്ടിയല്ല, സൃഷ്ടാവിന്റെ വചനമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. ഇല്ല, എത്ര ആളുകളായി ഇസ്ലാമിലേക്ക് വരുന്നത്? ഇന്ന് ലോകം ഏറ്റവും ഭയപ്പെടുന്നത് ഖുർആനെയാണ്, മുസ്ലിങ്ങളെയല്ല. അവിടെ കൈകളിലുള്ള ഈ മഹൽ ഗ്രന്ഥത്തെയാണ് ലോകത്തെ സകലരും വിശ്വാസികളെ ഭയപ്പെടുന്നത്. എല്ലാ ഇസ്ലാമിന്റെ ശത്രുക്കളും ഭയപ്പെടുന്നത് ഈ മഹൽ ഗ്രന്ഥത്തെയാണ്. ഈ ഗ്രന്ഥത്തിന്റെ തണലിലേക്ക് ജനങ്ങൾ ഒഴുകുമെന്നതിൽ സംശയമില്ല. ഇത് ദൈവീകമാണ്. മനുഷ്യകരങ്ങൾക്ക് ഒരിക്കലും ഇടപെടാൻ സാധിക്കാത്ത മഹൽ ഗ്രന്ഥമാണ് ഈ ഖുർആൻ. അപ്പൊ അതുകൊണ്ട് ഇന്നായത്തിന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. എത്ര ആളുകളെ പല സ്ഥലങ്ങളിലും ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഒഴുകാണ്, ക്യൂ നിൽക്കാണ്. എങ്ങനെ? ഇന്നായത്ത് പഠിച്ചിട്ട്, മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പഠിച്ചിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഖുർആനിലേക്ക് വരിക. നുത്ഫത്ത് എന്നുള്ള വാക്ക് പഠിച്ചിട്ട്. നമ്മൾ എത്ര കാലമായി ആയത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട്? എന്തേ നമ്മളെ ചിന്തിപ്പിക്കാത്തത്? നുത്ഫത്ത് അല്ലേ? ഖുർആൻ ഉപയോഗിച്ചൊരു വാക്കാണ് അലം യകൂ നുത്ഫത്തം മിൻ മനിയ്യും നാ. മനുഷ്യ, നീ ഒരു തെറിച്ചു വീഴുന്ന ഒരു ബീജമായിരുന്നില്ലേ? ഒരിക്കൽ സവിക്കപ്പെടുന്ന കോടാനുകോടി നുത്ഫത്തിൽ ഒരു നുത്ഫത്തല്ലേ, നുത്ഫാത്തിൽ ഒരു നുത്ഫത്തല്ലേ ഒരു കുഞ്ഞിന്റെ തുടക്കം. എത്ര കൃത്യമാണ് ഖുർആന്റെ പദപ്രയോഗം. യാസീൻ സൂറത്ത് അറിയാത്തവരാരാ ഈ കൂട്ടത്തിൽ? ധിക്കാരിയായി നടക്കുന്ന മനുഷ്യനോട്, ദൈവനിഷേധം കൈമുതലാക്കിയ മനുഷ്യനോട്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന റബ്ബിനെ നിരാകരിക്കുന്നവനോട് അല്ലാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവലം യറൽ ഇൻസാൻ, മനുഷ്യ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫ, നിന്നൊരു ബീജഗണത്തിൽ ഞാനല്ലേ സൃഷ്ടിച്ചത്. ഇപ്പൊ നീ റബ്ബിൽ എന്ന് പറയാൻ മാത്രം ധിക്കാരിയായി അല്ലേ? ഫൈദാ ഹുവ ഹസീമും മുബീൻ, നീ വലിയൊരു താർക്കികനായിട്ടുണ്ടല്ലേ. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നുത്ഫത്ത് സൂറത്ത് മുഅ്മിനൂൻ, ലവലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാരിൻ മക്കീൻ സുമ്മ ഖലഖ്നൽ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുദ്അ ഫഖലഖ്നൽ മുദ്അത ഇലാമാ. ഈ ആയത്തിന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ തട്ടിയിട്ടൊന്ന് അർത്ഥം കേൾക്കണം. അതിന്റെ ആശയം നിങ്ങളൊന്ന് ചിന്തിക്കണം. റബ്ബിന്റെ മുന്നിൽ നമ്മൾ വിനീതരാകും. വിശ്വാസികളെ, അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടും, നരകം സത്യമാണെന്ന് ബോധ്യപ്പെടും. അക്ഷരജ്ഞാനമില്ലാത്തൊരു പ്രവാചകനതാ ഇത്രയും സങ്കീർണമായ മനുഷ്യ സൃഷ്ടിപ്പിന്റെ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോ മനുഷ്യന് ചിന്തിക്കുന്ന മനുഷ്യന് ബോധ്യപ്പെടും, ഇത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഇത് റബ്ബിങ്കൽ നിന്ന് വന്നതാണ്. അള്ളാഹിന്റെ ഖുർആനിലെ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കൊണ്ട് എത്ര ആളുകളെ ഇസ്ലാം സ്വീകരിച്ചത്. നമ്മളെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിത വിശുദ്ധി കണ്ടിട്ടൊന്നും ആരും ഇതൊക്കെ വരുന്നില്ല.
ഈ മഹൽ ഗ്രന്ഥം പഠിച്ച് അതിലെ വചനങ്ങൾ കൃത്യമായി അവർ പഠനം നടത്തുമ്പോ റഹ്മാനായ റബ്ബിന്റെ വചനാണെന്ന് അവർക്ക് ബോധ്യപ്പെടാം. നഹൽ സൂറത്തുണ്ട്. എന്താ നഹല്? തേനീച്ച എന്ന സൂറത്താണ്. ആ സൂറത്തിലെ 63-ാമത്തെ വചനം പഠിച്ചിട്ട് എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു? ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ ഹൃദയത്തെ അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടോ? രാത്രി നിസ്കരിക്കാത്ത ഞാൻ നിസ്കാരം തുടങ്ങിയത് ഇന്നായത്ത് കൊണ്ടാണ്. നരകം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിയ വചനമാണത്, സ്വർഗം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിയ വചനമാണത് എന്നൊരു മാനസിക ഉയർച്ചയിലേക്ക് മുഅ്മിനീങ്ങളിൽ നമുക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ടോ? വൗഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖദി മിനൽ ജിബാലി ബുയൂതാ വമിനശ് ശജരി മിമ്മാ യഅരിശൂൻ. വല്ലാത്തൊരു വചനമല്ല പ്രിയപ്പെട്ടവരെ അത്. തേനീച്ചക്കള്ള ബോധനം നൽകി കൂട് നിർമ്മിക്കേണ്ട വിഷയം. ഇന്നിന്ന സ്ഥലങ്ങളിൽ നീ കൂട് നിർമ്മിച്ചോ. മിനൽ ജിബാലി, മലമുകളിൽ നീ ഉണ്ടാക്കിക്കോ. കെട്ടിയുണ്ടാക്കിയ വല്ല കെട്ടിടങ്ങളുടെ ഓരത്ത് നീ വീടുണ്ടാക്കിക്കോ. അള്ളാഹു ഒരു ചെറിയൊരു ജീവിയായ തേനീച്ചക്കുള്ള ബോധനം കൊടുക്കുക. അപ്പൊ എന്താ? തേനീച്ചക്ക് എങ്ങനെയാകണമെന്ന അള്ളയാണ് എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുകയും അവർക്ക് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി അറിവ് കൊടുത്തവനാണ് റബ്ബ്. എന്നിട്ടോ തേൻ ഔഷധല്ലേ, അത്രമാത്രം അനുഗ്രഹീതമായ ഔഷധമാണത്. അതിന്റെ നിർമ്മിതിയെ പറ്റിയും അവർക്കല്ല കൃത്യമായ അറിവ് നൽകി. അതിലൊറ്റ വാക്കാണ്, തേനീച്ചകളുടെ കൂട്ടത്തിൽ പെൺ തേനീച്ചകളാണ് അധ്വാനശീലറും. അവരാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. ഖുർആൻ കൃത്യമായ ആ ഒരു സംബോധന തന്നെ നോക്ക്. സുമ്മകുലി മിൻ കുല്ലി സമറാത്തി ഫസ്ലുക്കി സുബുല റബ്ബിക്കി സുലുലാ. അല്ലാഹ് പറയാ ഫസ്ലുക്കി കുലി കുലി മിൻ കുല്ലി സമറാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബിനെ നമുക്ക് ബോധ്യപ്പെടാൻ പറ്റുന്ന വചനങ്ങളാണിത്. ആളുകൾ ചിന്തിച്ചു അല്ലേ, ഇതൊന്നും മുത്ത് റസൂലിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. ഒരു സ്കൂളിലോ ഒരു വിദ്യാഭ്യാസ ലോകത്തോ പ്രവേശിക്കാത്ത 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മുത്ത് റസൂൽ എങ്ങനെ ഈ നിലക്ക് കാര്യങ്ങൾ അറിയുന്നു? അറിയില്ല. അപ്പൊ എന്താണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? ഇത് അള്ളാഹുവിന്റെ വചനമാണ് അല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ യോഗ്യത എന്താ? അന്നബിയൽ ഉമ്മിയ, നിരക്ഷരൻ. ഒരു വലത് കൈ കൊണ്ടൊരു അക്ഷരം റസൂലുള്ള മരിക്കുന്നത് വരേക്കും എഴുതിയിട്ടില്ല. ഒരക്ഷരം നബിക്ക് ഇങ്ങനെ നോക്കിയിട്ട് വായിക്കാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും മുസ്ഹഫ് എടുത്ത് പ്രിയപ്പെട്ടവരെ ഓതുന്നു. ഖാഫൽ ഖുർആനിൽ മജീദ് ബല്ലജിബു അൻജാഅഹും മുൻദിറും മിൻഹും. എനിക്കും നിങ്ങൾക്ക് നോക്കിയിട്ട് അക്ഷരം തിരിഞ്ഞു ഓതാൻ സാധിക്കും. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഓതാൻ അറിയില്ല. അത് അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല. എഴുത്തും വായനയും തികച്ചും പഠിപ്പിച്ചിട്ടില്ല പ്രവാചകന്. എന്തുകൊണ്ട്? ഈ ഗ്രന്ഥത്തിന്റെ തിളക്കം ലോകരെ ബോധ്യപ്പെടുത്താൻ. ഈ മഹൽ ഗ്രന്ഥം മുഅ്ജിസത്താണ്, അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അങ്കബൂത്ത് സൂറയിൽ, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് ഇദൻ ലർതാബൽ മുബ്തിലൂൻ. നബി, അങ്ങയുടെ വലത് കൈകൊണ്ട് ഒരക്ഷരം എഴുതിയിട്ടില്ല. ഒരക്ഷരം അങ്ങേക്ക് വായിക്കാൻ അറിയില്ല. രണ്ടും താങ്കൾക്കറിയുമായിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു ആയുധമായി അത് എടുക്കുമായിരുന്നു. എന്താണ് ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? ഖുർആന്റെ മുഅ്ജിസത്താണ്. ഞാൻ പറഞ്ഞെന്താണെന്നോ, ഖുർആൻ നമ്മെ സ്വാധീനിക്കണം. അതാണ് ഞാൻ പറ്റി നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. ഞാൻ പറയട്ടെ, ഒരായത്ത് നിങ്ങൾ ഒരു മജ്ലിസിൽ ചെന്ന്, ഒരു ഖുർആൻ പഠിക്കുന്ന മജ്ലിസിൽ നിന്ന് ഒരായത്ത് ബോർഡിൽ എഴുതിയിട്ട് അതിങ്ങനെ ആലോചിക്കും. എന്തിനാ റബ്ബ് നമുക്ക് ബുദ്ധി നൽകിയത്? ഖുർആനെ പറ്റി ചിന്തിക്കാൻ. ഈ അനുഗ്രഹീത സദസ്സിലിരിക്കുന്നവരെ, ആത്മാർത്ഥമായി വാക്കുകൾ കേൾക്കുന്നവരെ, നമ്മുടെ വിശ്വാസവർദ്ധനവിന് എന്തുണ്ട് വഴി? ഈ ഖുർആനാണ്. നമ്മുടെ വിശ്വാസം കടുകട്ടിയാകാൻ എന്തുണ്ട് മാർഗം? ഖുർആനെ പറ്റി ചിന്തിക്കണം. അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട് ഖുർആനിലേക്ക് നമ്മുടെ മനസ്സങ്ങ് തുറന്നു വെക്കണം. ഞാൻ ഓതി കേൾപ്പിച്ചില്ലേ സൂറത്ത് നിസായിലെ 82-ാമത്തെ വചനം. ഇത് നിങ്ങൾ വീട്ടിൽ നിന്നാളെ സുബഹിക്ക് ഖുർആൻ ഓതുമ്പോ ഈ ആയത്തൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തണേ. നിസാ സൂറയിലെ 82-ാമത്തെ വചനം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അല്ലാഹ് ചോദിക്കുന്നു, കൂട്ടരെ, എന്തേ നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിച്ചു നോക്കാത്തത്? തദബ്ബുർ എന്ന വാക്കിന്റെ അർത്ഥം ഗവേഷണം നടത്താത്തതെന്നാണ്. ഒരായത്ത് ഇങ്ങനെ കേൾക്കുമ്പോ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കണം. ഷംസ്, ഒരു സൂറത്തിന്റെ പേര് ഷംസാണ് അല്ലേ? ഷംസിനെ പറ്റി പഠിക്കുന്നവൻ സൃഷ്ടാവിനെ നിഷേധിക്കാൻ എങ്ങനെ സാധിക്കും? സുഹൃത്തുക്കളെ, ഭൂമിയെക്കാളും 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഷംസ്. ആ ഷംസിനെ സൃഷ്ടിച്ച റബ്ബ് എത്ര കഴിവുറ്റവനായിരിക്കും. ഒരു സൂറത്തിന്റെ പേര് ഷംസാണ്, ഒരു സൂറത്തിന്റെ പേര് ഖമറാണ്, ഒരു സൂറത്തിന്റെ പേര് നജ്മാണ്. വശംസി വൽദുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാ. ചിന്താർഹല്ലേ പ്രിയപ്പെട്ടവരെ ആയത്ത്. അല്ലാഹ് നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നു. അശ്ശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം.
വല്ലാത്തൊരു വചനമല്ലേ അത്. ശംസുൻ എന്നൊരൊറ്റ വാക്കിനെ പറ്റി ചിന്തിക്കുന്നവൻ അള്ളാഹുവിന്റെ മുന്നിൽ താഴ്മ കാണിക്കും, റബ്ബിന്റെ മുന്നിൽ വിനീതനാകും, അവൻ നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവനാകും, അവൻ നോമ്പ് നോൽക്കുന്നതിൽ ശുഷ്കാന്തി കാണിക്കും, ഒരു തെറ്റും അവന്റെ ജീവിതത്തിൽ വരില്ല. ഇത്തരം കാര്യങ്ങൾ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയാൽ നരകവും സത്യമാണ്, സ്വർഗവും സത്യമാണെന്ന് ബോധ്യപ്പെടും. ഞാൻ എന്താ പറഞ്ഞത്? ഓരോരായത്ത് ഇങ്ങനെ നമ്മൾ ആലോചിക്കണം. അതാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്തേ കൂട്ടരെ നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിച്ചു നോക്കാത്തത്? അള്ളാഹ് ചോദിക്കുന്ന പ്രസക്തമായൊരു ചോദ്യം. ഈ ഗ്രന്ഥമെങ്ങാനും 4 ആളുകൾ കൂടിയാലോചിച്ച് എഴുതിയുണ്ടാക്കി കൊണ്ടുവന്ന ഗ്രന്ഥമായിരുന്നുവെങ്കിൽ വലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹ്, സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും, ബിലാൽ റബ്ബാഹ് റളിയല്ലാഹു അൻഹും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും 5-8 ആളുകൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ആലോചിച്ച് എഴുതിയുണ്ടാക്കിയിരുന്ന ഗ്രന്ഥമായിരുന്നുവെങ്കിൽ ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറാ, വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്തൊക്കെ വിഷയങ്ങൾ ഖുർആനിലുണ്ട്, എന്തൊക്കെ കൽപ്പനകളും വിലക്കുകളും ഖുർആനിലുണ്ട്. കാലത്തിന്റെ പുരോഗതിക്കും ലോകത്തിന്റെ പുരോഗതിക്കും ഇന്നായത്തുകൾ തടസ്സമാണെന്ന് പറയാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പോലും ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതാണ് ഈ മഹൽ ഗ്രന്ഥത്തിന്റെ മഹത്വം. അല്ലാഹ് പറയാ, ഇത് റബ്ബിങ്കിൽ നിന്നല്ലാതെ, ആകാശലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ച റബ്ബിങ്കിൽ നിന്നല്ലാതെ ഏതെങ്കിലും മനുഷ്യ മനസ്സുകൾ ഉതിർന്നു വന്ന ആശയങ്ങളുടെ സമാഹാരമായിരുന്നു ഖുർആനെങ്കിൽ ഇതിൽ വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗ്രന്ഥത്തെ നമ്മൾ ആ നിലക്ക് കാണും. ഖുർആൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ. മുത്ത് റസൂൽ നന്നാക്കിയത് എങ്ങനെ? ഖുർആൻ കൊണ്ടാണ്. ഒരു കാര്യം റസൂലുള്ളാഹിന്റെ കയ്യിലില്ല. അള്ളാന്റെ റസൂൽ ആയത്ത് ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുക്കും. യത്ലു അലൈഹിം ആയാതിഹി, യത്ലു അലൈഹിം ആയാതിഹി ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. അള്ളയാരാ? അക്ഷരജ്ഞാനമില്ലാത്തൊരു സമൂഹത്തിലേക്ക് നിരക്ഷരനായി മുഹമ്മദ് നബി അള്ളാഹു നിയോഗിച്ചു. ആ ഹബീബ് ചെയ്ത ഡ്യൂട്ടി എന്താ? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഖുർആൻ ഇങ്ങനെ മനസ്സുകളിലേക്ക് അങ്ങിട്ട് കൊടുത്തു. മാറ്റങ്ങൾ കാണുകയായിരുന്നു അല്ലേ? തൗഹീദിനെ പറ്റി പ്രവാചകൻ തുടക്കത്തിൽ അവരോട് സംസാരിക്കുക. ആദ്യമായിട്ട് റസൂലുള്ളാഹി സഫയിൽ കയറിയിട്ട് പ്രസംഗിച്ച പ്രസംഗനെ അദ്ഉക്കും മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ. പടപ്പുകൾ ആരാധിക്കല്ല കൂട്ടരെ, പടച്ചോൻ ആരാധിക്കണം. അതിലേക്ക് ക്ഷണിക്കാനാണ് എന്റെ റബ്ബ് എന്നെ നിയോഗിച്ചയച്ചു എന്ന് പറഞ്ഞപ്പോ ആ സമൂഹത്തിന്റെ പ്രതികരണം എന്താ? അജ്അലൽ ആലിഹത ഇലാഹൻ വാഹിദ. കുറെ പടപ്പുകൾ ആരാധിക്കുന്ന ഞങ്ങളോട് ഒരാളോട് മാത്രം ആരാധിക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. തൗഹീദ് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഓരോരോ പ്രശ്നം ഓരോരുത്തരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നവരാണ് അവർ. ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. പരലോകത്തെ പറ്റി റസൂലുള്ളാഹി സംസാരിച്ചപ്പോൾ കൂട്ടരെ, മരണത്തോടെയാണ് ജീവിതത്തിന്റെ സമാരംഭം എന്ന് പറഞ്ഞപ്പോ അവിടെ പ്രതികരണം എന്താ? ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ. ഉയർത്തെഴുന്നേൽപ്പ്, മരണം, ശിക്ഷാ രക്ഷകളൊന്നും ശരിയല്ല മുഹമ്മദേ. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം. അമ്മ സൂറത്ത് പരലോകത്തെ പറ്റി പറഞ്ഞപ്പോൾ തമാശയായി സംസാരിക്കാം. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്ക്. നബിനോട് പറയാ, ഇങ്ങനെ ദുരിമ്പായി പോയി എല്ലാം ഉയർത്തെഴുന്നേറ്റ് വരെ നടക്കൂല മുഹമ്മദേ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്തൊരു കാര്യത്തെ പറ്റി നബി പറയുമ്പോഴും പരിഹസിച്ചിരുന്നവർ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവർ മാറ്റങ്ങൾ കാണുകയാണ് അല്ലേ? ഈ പരിഹസിച്ചവർ തൗഹീദിന് വേണ്ടി മരിക്കുന്നിടത്തെത്തുകയാണ്. എങ്ങനെ? ഈ ഗ്രന്ഥം കൊണ്ടാ പ്രിയപ്പെട്ടവരെ. തൗഹീദിന് വേണ്ടി മരിക്കാൻ അവസരം കിട്ടാതിരുന്നാൽ തുണക്കാരൊക്കെ സ്വർഗത്തിൽ പോയല്ലോ നബിയെ, ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ലല്ലോ എന്ന് പറയാൻ മാത്രം റബ്ബിനവർക്ക് ബോധ്യപ്പെടുന്നു. തൗഹീദ് പറഞ്ഞപ്പോ പരിഹസിച്ചവർ ഏകദൈവാരാധനയുടെ പ്രബോധനത്തിന്റെ വഴിയിൽ എന്ത് കഷ്ടനഷ്ടങ്ങളും സഹിക്കാൻ ഒരുക്കമാവുകയാണ്. ഇതല്ലേ ഇസ്ലാം ഖുർആൻ ഉണ്ടാക്കി മാറ്റും. സ്വർഗന്ന് കേൾക്കുമ്പോ നരകന്ന് കേൾക്കുമ്പോ അതിനു വേണ്ടി നരകത്തിൽ രക്ഷ കിട്ടാൻ എന്ത് അധ്വാനവും ചെയ്യാൻ ഒരുക്കമായി. എങ്ങനെ? അള്ളാഹുവിന്റെ കലാമാണെന്ന് ബോധ്യപ്പെട്ടു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഒലി ചിന്തിച്ചു, ഇഖ്റ വായിക്കണം, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കണം. അപ്പോഴാണ് ഓല് സൃഷ്ടിച്ച ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്നിരുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്ക് ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവൻ അലക്കിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അള്ളാഹിനെ ഒലിക്കൊണ്ട് ബോധ്യപ്പെടാം. എന്തൊരു മാറ്റാ പ്രിയപ്പെട്ടവരെ. ഞാൻ പറയട്ടെ, അള്ളാന്റെ റസൂൽ എങ്ങനെയാണോ ഈ ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ചത്, ആ മാർഗേണ സഞ്ചരിക്കല്ലാതെ ഈ സമൂഹത്തെ മാറ്റാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ.
എന്തുമാത്രം മാറ്റങ്ങൾ. തെറ്റുകുറ്റങ്ങൾ ചെയ്തവർ വന്നു പറഞ്ഞു അല്ലേ. മുംതഹന സൂറയിൽ ആയത്ത് നിങ്ങൾ ഓതു, വിശദമായി പറയാൻ സമയമല്ല. ഖുർആൻ ഉണ്ടാക്കിയൊരു മാറ്റം ഹൃദയത്തിൽ അള്ളാഹിനോട് ബോധ്യപ്പെട്ടവർക്ക് ജീവിതം മാറാൻ ഒരുക്കമായി. തെറ്റുകുറ്റങ്ങൾ ചെയ്തവർ ഇനി തെറ്റ് ചെയ്യൂല എന്ന് പറയാം. യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅക്കൽ മുഅ്മിനാതു യുബായിഉനക അല്ലാ യുശ്രിക്ന ബില്ലാഹ്. ആയത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം. നബിയെ അങ്ങയുടെ അരികിൽ വന്ന് പറഞ്ഞാൽ, വിശ്വാസിനികളായ ആളുകൾ വന്നാൽ അല്ലാ യുശ്രിക്ന ബില്ലാഹ്, ഇനി ഞങ്ങൾ ശിർക്ക് ചെയ്യൂല പ്രവാചകരെ വന്ന് പറയണേ. ലാത്തയെ വിളിക്കില്ല, ഉസ്സയെ വിളിക്കില്ല, മനാത്തയെ വിളിക്കില്ല, നായകനായ റബ്ബിനെ മാത്രമേ വിളിക്കൂ. ഇന്നലകൾ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് നബിയെ, ഇന്നലകൾ വിളിച്ചത് അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങൾക്ക് വിട്ടുവീഴ്ച തരണം, ഇനി ഞങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വന്ന് പറയുന്നത്? നബിനോട് വന്ന് ശിക്കായത്ത് ബോധിപ്പിക്കണം. എന്തിനാ? നബിന്റെ കൂടെ പ്രബോധനത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ. ഇന്നലകൾ നബിനെ എല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ട്, എല്ലാം വേദനിപ്പിച്ചിട്ടുണ്ട്. നബി, ഇനി ഞങ്ങൾ അങ്ങയുടെ കൂടെ തോളോട് തോളൊരും ഇത് അഴവാരംഗത്തിറങ്ങാൻ ഒരുക്കാണ് എന്ന് വന്ന് പറഞ്ഞാൽ നബിയെ ഓൽക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടും. ഇന്നലകൾ നിങ്ങൾ ശിർക്കിനെതിരെ ശക്തമായി, ശിർക്ക് തൗഹീദിനെതിരെ ശക്തമായി നിലകൊണ്ടില്ലേ, നിങ്ങളെ സ്വീകരിക്കൂല എന്ന് പറയണ്ടാണ്. അതാണ് ആയത്ത്. യാ അയ്യുഹൻ നബിയു. ആയത്ത് നിങ്ങൾ നോക്കി, മുംതഹന സൂറയിൽ അവസാനത്തെ ആയത്ത്. യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു, വിശ്വാസിനികൾ വന്നാൽ എന്തു വന്ന് പറഞ്ഞ യുബായിനക, എന്നോട് ബയ്യത്ത് ചെയ്യാൻ പറഞ്ഞ, അല്ല ഇനി ശിർക്ക് ചെയ്യൂല, വലാ യസ്രിക്ന, മോഷ്ടിക്കൂല. പോലൊക്കെ കള്ളന്മാരായിരുന്നു, മോഷണം പോലെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു, പിടിച്ചുപറിയൊരു ഭാഗമായിരുന്നു. അങ്ങനത്തെ ഒരു ഉമ്മത്തിന് റസൂൽ ഉണ്ടാക്കിയത്. ഇനി ഞങ്ങൾ മോഷ്ടിക്കൂല, വലാ യസ്നീന, അവിഹിതത്തിൽ സഞ്ചരിക്കൂല. അല്ലാഹുമ്മ സല്ലി, അവിഹിതം ഞങ്ങളടുത്ത് ഉണ്ടാവില്ല എന്ന്. അവിഹിതത്തിൽ സഞ്ചരിച്ചവർ നബിനോട് വന്നിട്ട് പറയാ, എറിഞ്ഞു കൊല്ലണം പ്രവാചകരെ, ശുദ്ധിയാക്കണം പ്രവാചകരെ. വയറും വലിച്ചു കടന്നു വന്ന സഹോദരിയെ റസൂലുള്ള തിരിച്ചയക്കുകയാണ്. ഗർഭിണിയായ സ്ത്രീ വന്നിട്ട് പറയാ, എന്നെ കൊല്ലണം. പ്രിയപ്പെട്ടവരെ, റബ്ബിലുള്ള വിശ്വാസവൽക്കാണ് ബോധ്യപ്പെട്ടു, നരകം സത്യമാണെന്ന് അവർക്കാണ് ബോധ്യപ്പെട്ടു. ജനകോടികളുടെ ലോകത്ത് തന്നെ അപമാനിതമായ ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരും എന്ന് ബോധ്യപ്പെട്ടു. നബിയോട് വന്നിട്ട് പറയാം, ഞങ്ങൾ വിഭജിക്കൂല. അതിന്റെ അർത്ഥം എന്താ? അന്നത്തെ ഒരു ജാഹിലിയത്തിന്റെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അവിഹിതത്തിൽ സഞ്ചരിക്കും പെണ്ണുങ്ങൾ, എന്നിട്ട് ഗർഭിണിയാകും. ഏതെങ്കിലും നിരപരാധിയോട് പറയാം, നീയാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറയും. അതും ഞങ്ങൾ ചെയ്തിരുന്നു. ജാഹിലിയത്തിന്റെ കൃത്യമായ ചിത്രം ബോധ്യപ്പെടുന്ന ആയത്താണത്. ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറെ നിരപരാധികളോട് ഈയാണ് ഈ കുട്ടിയുടെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പിന്നെ ഒഴിയാൻ പറ്റൂല. അങ്ങനെ പല ആളുകളെയും ഞങ്ങൾ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. ഒരു നന്മയിലും ഇനിമേൽ ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ തടസ്സമാകില്ല എന്നൊക്കെ അവർ നിന്റെ മുന്നിൽ വന്ന് പറഞ്ഞാൽ, എന്ത് നബിയെ, ബയ്യത്തിയതോ, ഇന്നലൊക്കെ ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇനി ഇസ്ലാം ദീന് സീറ്റില്ല എന്ന് പറയണ്ട. ഇത് പെണ്ണുങ്ങളാണ്, സ്ത്രീകൾ വന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടുത്തെ ആണുങ്ങൾ എത്ര ഉഷാറാക്കണം, എത്ര മോശമായിരിക്കും. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേട്. അതാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജ്. അതാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ. നബി പ്രാർത്ഥിക്കുക, വിശ്വാസികളായി ജീവിക്കുന്നവർക്ക് പുറത്തു കൊടുക്കല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളെ കയ്യിലിരിക്കുന്ന ഈ മഹൽ ഗ്രന്ഥം സൃഷ്ടിച്ച വിപ്ലവമാണ്. ജീവിതമാസകലം മാറി. ഓല ഹൃദയത്തിൽ ഖുർആൻ വല്ലാതെ സ്വാധീനിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കണം. ഈ ഗ്രന്ഥം എന്തിനിടക്കി തന്നു? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി. ഖുർആനെ പറ്റി ആഴങ്ങളിൽ ഇറങ്ങി ചിന്തിക്കാനാണ്. അതിനാ ഖുർആൻ ഇറക്കിയത്. എളുപ്പാട്ടോ ഖുർആൻ പഠനം? പരിശുദ്ധ ഖുർആൻ പഠനം എളുപ്പമാണ്. ഇവിടെ ഈ മഞ്ചേരി കേന്ദ്രീകരിച്ച് ഒട്ടനവധി സ്ഥലങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്ന സെന്ററുകളുണ്ട്. ഈ സംസാരം കേൾക്കുന്നവർ പഠിതാക്കളല്ലെങ്കിൽ തീരുമാനിച്ചോ, മരിക്കണിനും ഞാൻ ഖുർആൻ ആദ്യ അവസാനം പഠിക്കും. പഠിച്ചില്ലെങ്കിൽ പ്രയാസപ്പെടും. നമ്മുടെ യാത്രയിൽ നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ടോ, എവിടെയും പ്രയാസപ്പെടേണ്ടി വരില്ല. ഖബറിൽ സുഖം ലഭിക്കും, മരണം റാഹത്തായി തീരും, ഹിസാബ് യസീറാകും, മഅ്ശറയിൽ സുഖം ലഭിക്കും. എല്ലാ ഘട്ടങ്ങളിലും സുഖം കിട്ടണോ ഖുർആൻ. രക്ഷപ്പെടൂല കേട്ടോ സുഹൃത്തുക്കളെ, രക്ഷപ്പെടൂല. മരണം റാഹത്താകണോ ഖുർആൻ വേണം. ഖബറിന്റെ ഏകാന്തതയിൽ തണിയായി തുണലായി കടന്നു വരുന്നത് ഖുർആനാ അല്ലേ? ആരാണോ നിന്റെ ഇമാമെന്ന് ചോദിക്കുമ്പോ ഖബറിന്റെ ഏകാന്തതയിൽ അല്ലാഹ് ഖുർആൻ ഇമാമി എന്ന് പറയാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുണ്ടുകൾ വശപ്പെടണമെങ്കിൽ ഖുർആൻ പഠിക്കണം. ആരെങ്കിലും ഉണ്ടാകോ കൂട്ടിന്?
ലേ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ലേ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. അല്ലാഹ് ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് നൽകണേ, ചോദ്യത്തിന് ഉത്തരം അവനെ നീ തോന്നിപ്പിച്ചു കൊടുക്കണേ എന്ന് നൂറുകണക്കിന് ആളുകൾ ഖബറിന്റെ ചുറ്റുഭാഗത്തിരുന്ന് എനിക്കും നിങ്ങൾക്കും തസ്ബീഹ് ചൊല്ലിയിട്ട് കാര്യമില്ല. കിടക്കുന്നവൻ മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു എക്സ്ക്യൂസും ഒരു ഒഴിവുകഴിയും റബ്ബിന്റെ മുന്നിൽ പറയാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. എനിക്ക് അറബി അറിയില്ലായിരുന്നു, എനിക്ക് അവസരം ലഭിച്ചില്ലായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ലെന്ന് പറയാൻ പറ്റൂല. അള്ളാഹ് ഈ ഗ്രന്ഥം ഇറക്കി നമ്മെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചത് ഇത് പഠിക്കാനാ. ഒരു കാരണം പറയാൻ, ജീവിതത്തിൽ മരണത്തിന് ശേഷം ഓരോരോ കടമ്പകളിലും ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം അല്ലേ. അള്ളാന്റെ സുറല്ലേ ആരാടോ ഇമാം ചോദിക്കുമ്പോ അള്ളാന്റെ ഖുർആനുമായി ബന്ധമില്ലാത്ത ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം അറിയാത്ത എത്ര ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ വളരെ സങ്കടകരമാണ്. എന്തുകൊണ്ട് ശിർക്ക് വർദ്ധിക്കുന്നു? എന്തുകൊണ്ട് ബിദ്അത്തുകൾ വർദ്ധിക്കുന്നു? സുഹൃത്തുക്കളെ, മർമ്മപ്രധാനമായ വിഷയങ്ങൾ പഠിപ്പിക്കാതെ പല അന്ധവിശ്വാസങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്ത് ബോർഡിൽ എഴുതി ചൊല്ലിപ്പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിനു പകരം വെറും കഥകളും അതുപോലെ തന്നെ പല കാര്യങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. അള്ളാന്റെ റസൂൽ സഞ്ചരിച്ച വഴിയല്ല അവർ സഞ്ചരിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഉലമാഉഹും ശർറും മിൻ അദീമിസ് സമാ. വെളിച്ചം നൽകേണ്ട പണ്ഡിതന്മാർ, സത്യത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകേണ്ട ഉലമാക്കൾ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ പ്രബോധന ശൈലിയല്ല സ്വീകരിക്കണം. അള്ളാന്റെ ഖുർആൻ, അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ, ഒരു കാലം വരും എന്റെ ഉമ്മത്തിന് പേരിൽ മാത്രം ഇസ്ലാം പരിമിതമാകും, ഏടുകളിൽ മാത്രം ഖുർആൻ അവസാനിക്കും. അല്ല പ്രിയപ്പെട്ടവരെ, കൗസർ അല്ലേ ഖുർആനിലെ ചെറിയ സൂറത്ത്? നിങ്ങളെ ഫ്രണ്ട്സിനോട് പേരിക്കണം, നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ട്സായ ഏതെങ്കിലും സുഹൃത്തിനോട് ജസ്റ്റ് നാളെ നേരം എടുത്തിട്ട് ഇങ്ങനെ സംസാരത്തിൽ നടക്കുക, ഖുർആനിലൊരു സൂറത്താണല്ലോ, ഒരു മിനിറ്റ് കൊണ്ട് ഓതി അവസാനിപ്പിക്കാൻ പറ്റുന്ന ചെറിയ 3 ആയത്തുകളുടെ സൂറത്തല്ല കൗസർ, അതിന്റെ അർത്ഥം അറിയുമെന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കി. മോനെ ചെറുപ്പാക്കാനോ വലുപ്പാക്കാനല്ല. എന്നാ സുഹൃത്തുക്കളെ, പലർക്കും അറിയില്ല. പിന്നെ എങ്ങനെ ഖബറിൽ സുഖം കിട്ടുക? ഇവിടുന്ന് പോകേണ്ട പ്രിയപ്പെട്ടവരെ, മരണം ഉറപ്പല്ലേ, യാഥാർത്ഥ്യമല്ല. മരണത്തിന് ശേഷമുള്ള ഒരു സ്റ്റെപ്പിലും രക്ഷ കിട്ടൂല ഖുർആൻ നമ്മുടെ കൈകളില്ലെങ്കിൽ. ഒരു കൗസർ, ഒരു ചെറിയ സൂറത്ത്, അല്ലെങ്കിൽ ഇഖ്ലാസ്, അല്ലെങ്കിൽ നാസ്, ഫലക്ക് അറിയില്ല പ്രിയപ്പെട്ടവരെ, പലർക്കും അറിയില്ല. എന്നാലൊന്ന് പഠിക്കണമെന്ന് മനസ്സുണ്ടോ? ഒറ്റ സൂറത്ത് കൗസർ. ഈ സൂറത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന സഹാബിയില്ലേ? ഈ സൂറത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന സഹാബിയാണ്. അള്ളാന്റെ റസൂൽ ഈ സൂറത്ത് ഇറങ്ങിയപ്പോ എന്ത് വടി കിട്ടിയാലും നബിനെ അടിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ. അങ്ങനത്തെ ഒരു കാലഘട്ടമാണത്. എന്ത് വടി കിട്ടിയാലും നബിനെ അടിക്കും. എന്തെങ്കിലും ചാൻസ് കിട്ടിയ റസൂലുള്ളാഹിനെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന വല്ലാത്തൊരു സമൂഹമായിരുന്നു അവിടെ. അതിൽ നബിയിൽ വിശ്വസിച്ച നാമമാത്രമായ വിശ്വാസികൾ ഭയങ്കര പ്രതിസന്ധിയിലാണ്. നബിയിൽ വിശ്വസിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ തല നിവർത്തി നടക്കാൻ പറ്റില്ല, തല വെട്ടും, ബുദ്ധിമുട്ടിപ്പിക്കും, പ്രയാസപ്പെടുത്തും. അതിൽ ഈ റസൂലുള്ളാഹിക്ക് സൂറത്തിറങ്ങാണ്. നബിയിൽ വിശ്വസിച്ച പാവപ്പെട്ട സഹാബത്ത് എന്തൊരു കാര്യപ്പെട്ട വിശേഷം കഅബയിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കും. ജാഹിലിയ കവിതകളൊക്കെ കെട്ടിത്തൂക്കിയിരുന്നല്ലോ. അതിൽ ഈ സൂറത്തിറങ്ങിയപ്പോൾ കഅബയിൽ കൊണ്ടുപോയിട്ട് ഈ സൂറത്ത് കെട്ടിത്തൂക്കി. അന്ന് ഫ്ലക്സോ മറ്റൊന്നുമില്ല, എന്തുമേലൊക്കെ ആയിട്ട് എന്നെ അഴുത്തതിനാക്കൽ കൗസർ വഴി തൂക്കി. എന്നിട്ട് റസൂലുള്ളാഹിൽ വിശ്വസിച്ച ആളുകൾ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയൊരു സൂറത്താണത്, ഒരധ്യായമാണ്. നിങ്ങൾ നബിനെ കല്ലെറിയുന്നു, കൂക്കി വിളിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു, നാട്ടിൽ നിന്ന് നാട്ടി പറഞ്ഞേക്കാൻ ശ്രമിക്കുന്നു. ആൺകുട്ടികളാണെങ്കിൽ ഇതുപോലെ സുഹൃത്തുക്കൾ കൊണ്ടുവരും. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നബിനെ വിഷമിപ്പിക്കണം, ഇത് നിങ്ങളൊരു വെല്ലുവിളി സ്വീകരിക്കുക. നാമമാത്രമായ സത്യവിശ്വാസികൾ ഇങ്ങനെ ചെറിയ രൂപത്തിലൊന്നും ഇങ്ങനെ സംസാരിച്ചു. അതിലൊരു വല്ലാത്തൊരു വഷളത്തരായല്ലോ. കാരണം ഓല അറബികളാണ്, അറബി ഭാഷ അറിയുന്നവരാണ്, നാവിലൂടെ വരുന്നൊക്കെ അറബിയാണ്. ഇതുപോലൊരു ഗ്രന്ഥം, ഇതുപോലെ സൂറത്ത് കൗസർ. ഈ സൂറത്തിന്റെ പ്രത്യേകത എന്താണ്? മീമ് എന്ന ഹർഫില്ലാത്ത സൂറത്താണ്. ഹുറൂഫുൽ ഹിജായിൽ അറബി അക്ഷരമാല മീമ് എന്നല്ല. അപ്പൊ അറേബ്യൻ സമൂഹത്തിൽ അറബികളുടെ കൂട്ടത്തിൽ, കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ളവന്റെ ഒരു കഴിവ് തെളിയിക്കണം. എന്താ? ഒരു 2 വരി പദ്യം ചെല്ലുമ്പോൾ മീമില്ലാതെ പറയാന്ന് പറഞ്ഞ അവനൊരു കഴിവുള്ളവനാണെന്നാണ് വെപ്പ്. അപ്പൊ ഈ സൂറത്ത് 114 സൂറയിലെ 113 സൂറത്തിലെ മീമ് എന്ന ഹർഫുണ്ട്, ഇതിലില്ല. അവർക്ക് അതൊരു സന്തോഷമായി ഒരു വെല്ലുവിളിയാണ് നടത്തി. ആൺകുട്ടികളെ കൊണ്ടിരുന്നു. അതിലൊക്കെ ആകെപ്പാടൊരു പ്രയാസമായി, കാരണം അഭിമാന പ്രശ്നമായി. അതിലൊരു ചർച്ചയായി, കൂടിയാലോചനകളായി, മീറ്റിംഗ് കൂടി. ആരാ അപ്പം അതിനെതിരൊരു 2-3 വാക്കുകളൊന്നും ഉച്ചരിക്കുക. അതിൽ ആലോചനകൾ എത്തിപ്പെട്ടത് ലബീദ് എന്ന് പറയുന്ന
ഒരു വയസ്സായി വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ വീട്ടിലിരിക്കുന്ന ഒരു ബഹുമാന്യ വ്യക്തിത്വത്തിന്റെ അരികിലേക്ക് അവരെല്ലാരും പറഞ്ഞു, അങ്ങ് അതിന് വെല്ലുവിളി സ്വീകരിച്ച് അത് താങ്കൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെയുള്ള ഒരു സൂറത്ത് അഥവാ ഒരു വാക്യം അങ്ങ് ഉച്ചരിക്കണം എന്നവർ തീരുമാനിച്ചു. ചുരുക്കി പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ ബഹുമാന്യ വ്യക്തിത്വത്തെ അവര് കഅബയുടെ അരികിലേക്ക് കൊണ്ടുവരാം, നടക്കാനൊന്നും വയ്യ, താങ്ങി പിടിച്ചു കൊണ്ടുവരാം. എന്നിട്ട് ഈ ഒരു സൂക്തം അഥവാ ഈ ഒരു അധ്യായം 2-3 വട്ടം മൂപ്പരിങ്ങനെ വായിച്ചു. എന്നിട്ട് പറഞ്ഞ് ഇന്ന പേരേക്കാക്കി തരുന്നു. അതുപോലെ വിചാരിച്ച് അവിടെ പോയിട്ടൊന്ന് സുഖമായിട്ട് ചാരി കുത്തിരുന്ന ശേഷം എന്തായിരുന്നാലും വെല്ലുവിളി സ്വീകരിച്ച് ഇതിനെതിരെ അവർ രചിക്കുമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും കേട്ടൊരു വാക്കെന്താ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഇദ് ലം യഅതിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സർബാല. അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും, ഇസ്ലാമാകുന്ന കുപ്പായം ഇടുന്നതിന് മുമ്പ് ഈ എന്നെ മരിപ്പിച്ചില്ലല്ലോ എന്ന് ഇസ്ലാം സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ലബീദ് ഇസ്ലാം സ്വീകരിക്കാണ്. എന്താണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത? ഏതൊരു മനുഷ്യനും മുൻവിധിയില്ലാതെ അത് ഓതിയാലേ ഇതിനൊരു മാസ്മരിക ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു വശ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. ഏതൊരു മനുഷ്യനും ഈ ഗ്രന്ഥം അതിൻ്റെതായ മാധുര്യത്തിലുണ്ട് ഓതിയാലേ ഈ ഗ്രന്ഥം അവനെ പിടിച്ച് വലിക്കും. ലബീദ് 2-3 വട്ടം ചൊല്ലിയപ്പോ ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് ബോധ്യപ്പെട്ടു, ഇത് റബ്ബിന്റെ വചനാണെന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം റബ്ബിന് ശുക്ർ പറയുന്നു, മുസ്ലിം ആകുന്നതിന് മുമ്പ് നീ എന്നെ ഏറ്റെടുത്തില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ സ്വീകരിക്കാൻ. ഈ ഗ്രന്ഥത്തിന്റെ മഹത്വമാണ് പ്രിയപ്പെട്ടവരെ. ആരാ ഖുർആൻ കേട്ടിട്ട് മാറാത്തവർ? ആയിരക്കണക്കിന് ആളുകളിലെ എന്താണ് അത്രയും മഹനീയമാണ്. ഇതിന് സമാനമായൊരു അക്ഷരം ഉരിയാടാൻ മനുഷ്യനെ കൊണ്ട് സാധ്യല്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മഴയും വെയിലും തണുപ്പും ഈ പ്രപഞ്ചത്തിന്റെ റബ്ബിനെ തിരിച്ചറിയുന്നുവെങ്കിൽ ഖുർആനിൽ ഓരോരോ വചനങ്ങളും അങ്ങനെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കഴിയാത്തവരെ സംഖ്യട്ടോളി. ഇങ്ങനത്തെ ഓരോ വിജ്ഞാനവേദി ഉണ്ടാകുമ്പോൾ എത്രട്ടോ അതിങ്ങനെ ഒരുമിച്ച് കൂടി നമ്മളെ ഖബറിലേക്ക് ഇങ്ങനെ വലിയ സമ്പാദ്യമായി വരും. അൽഹംദുലില്ലാ, നല്ലോണം കൊടുത്തോളി, ഒരു പിശുക്കും കാണിക്കണ്ട. മലക്കിങ്ങനെ പാത്തിക്കും, 100 കൊടുത്തോന് 1000 കൊടുക്കുക എന്നിങ്ങനെ പാത്തിക്കും. അല്ലാഹു മഅതി. ഇതൊക്കെ എന്താ, നിങ്ങളൊക്കെ ഈ കയ്യിൽ നിന്ന് പൈസ വീഴാൻ വേണ്ടി പറയണല്ല. നിങ്ങളൊക്കെ ആ മനസ്സുള്ളവരാണ്, ഒരു കാര്യവും വിഷമിക്കണ്ട. ഇത് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണ്. കെട്ടിപ്പൊയിഞ്ഞു പോകുമ്പോ ഇത് നമ്മളെ കൂടെ എങ്ങനെ വരും? ഞാൻ പറഞ്ഞെന്താണെന്ന് പ്രിയപ്പെട്ടവരെ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ മഹൽ ഗ്രന്ഥമെങ്ങാനും ഒരു മല മുകളിലേക്കാണ് അവതീർണമാകുന്നതെങ്കിൽ ഇതിന്റെ ആശയഗാംഭീര്യം നിമിത്തം അത് തകർന്ന് തരിപ്പണമാകുമായിരുന്നു. അത്രയും മഹനീയമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ അനുജ സഹോദരിമാരോട് പറയട്ടെ, ഖുർആൻ പഠിക്കണം. ഇത് എന്തിനാ പടച്ചുറയ്ക്കുന്നത്? വെറുതെ ഓതി തീർക്കാനല്ല. ഒരു സൂറത്ത് ഇങ്ങനെ ഓതുമ്പോ അതിന്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ മനസ്സിലാ. കൗസർ സൂറത്ത് അർത്ഥറിയാത്തൊരാരീ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നമുക്കാർക്കും അറിയാതിരിക്കരുത്. ഇന്നാ, തീർച്ചയായും ഞാൻ നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. മുത്തറസൂലിന് ഈ സൂറത്ത് വല്ലാത്ത ഹൃദയത്തിൽ തട്ടിയൊരു സൂറത്ത്. എല്ലാ സൂറത്തുകളും കാരണം എന്താ, നബിയെ നിനക്ക് ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു പാനീയം വിതരണം ചെയ്യാനുള്ള ചുമതലയും അങ്ങ് നൽകിയിരിക്കും. ആ ഒരു വിശദീകരണമായിട്ടുണ്ട്. വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളാൽ വിതരണം ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു പാനീയാണ് ഹൗദുൽ കൗസർ. അതിന്റെ വിതരണ ചുമതലയും താങ്കൾ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്താ ഇതിനർത്ഥം? നബിയെ നിനക്ക് ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ആരോരും ശ്രദ്ധിക്കാനും ആരോരും രക്ഷിക്കാനില്ലാത്ത പ്രവാചകൻ, മക്കയിലെ പ്രവാചകന്റെ 13 വർഷക്കാലം എത്ര ദുരിതം നിറഞ്ഞതാ, എത്ര വിഷമ. അള്ളാഹു ഇങ്ങനെ സഹായിക്കരുത്, അള്ളാഹ് ഇങ്ങനെ സഹായിച്ചു. ഇതൊക്കെ നൽകിയതിന് നീ എന്ത് ചെയ്യണം? ഫസല്ലി. അള്ളാന്റെ റസൂൽ പറയും, ഇതിനൊക്കെ നീ എന്താ പരിഹാരം കാണിക്കേണ്ടത്? അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യണം, അവന് നേർച്ച വഴിപാടുകൾ ചെയ്യണം, അവനോട് അടുക്കണം. നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ അവനാണ് വാലറ്റവൻ. ഇന്ന ശാനിഅക, എന്താ അർത്ഥം? നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ. നമുക്ക് എല്ലാവർക്കും അതിന്റെ അർത്ഥം അറിയണം പ്രിയപ്പെട്ട. അപ്പൊ എന്താണ് ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലം എന്നോ? പ്രവാചകന്റെ ആൺമക്കളൊക്കെ മരിച്ചപ്പോൾ ഇസ്ലാമിന്റെ ശത്രുപാളയത്തിൽ ഭയങ്കര സന്തോഷമായി. ഞാനെന്താ, നബിയുടെ മരിച്ച ആ അഡ്രസ്സാണ് അവസാനിക്കും. ആൺമക്കളിലൂടെ അല്ലേ പാരമ്പര്യം നിലനിൽക്കുക. നബിയുടെ ആൺമക്കളൊക്കെ അള്ളാഹു കൊണ്ടുപോയപ്പോ മുഹമ്മദ് മരിക്കുന്നതോടുകൂടി ഈ പ്രസ്ഥാനം അവസാനിക്കുമെന്ന് ശത്രുക്കൾ പ്രചരിപ്പിച്ചപ്പോ, ആര് പ്രവാചകൻ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അഡ്രസ്സില്ലാതെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നു, ഓലൊക്കെ വാലല്ലാഹുകൊണ്ട്
അവരുടെ വാലാണ് അറ്റുപോവുക. അബൂജഹലാദികൾ, ഉത്ബത്തും ഷൈബത്തും എന്നിങ്ങനെയുള്ള ആളുകളാണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയാല് അവരൊക്കെ പടച്ചറബ് ബദറിൽ വെച്ച് തന്നെ പിടിച്ചു കെട്ടി, എല്ലാരെയും പിടിച്ചു കെട്ടി. പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ ഖുർആനിലെ ആ സൂറത്ത് ലബീദിന്റെ മനസ്സിൽ അള്ളാഹ് എന്നൊരു തിരിച്ചറിവുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, എത്ര കാലായി കൗസർ ഞാൻ നിങ്ങൾ ഓതാൻ തുടങ്ങിയിട്ട് അല്ലേ? ഇങ്ങനത്തെ സൂറത്തുകൾ ഓതാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഹൃദയത്തെ ഖുർആൻ പിടിച്ച് കുലുക്കണം. എന്തിനാണ് ഈ ഗ്രന്ഥം അള്ളാഹുവർക്ക് പഠിക്കാൻ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങൾ ഏറ്റവും ഉത്തമനാരാ? അള്ളാഹിന്റെ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്. അള്ളാഹിന്റെ റസൂൽ പറയാ, ഏറ്റവും ഉത്തമൻ നല്ല വീട്ടിൽ താമസിക്കുന്നവൻ എന്നല്ല റസൂലുള്ള പറഞ്ഞത്, നല്ല ഡ്രസ്സ് ധരിക്കുന്നവൻ എന്നല്ല റസൂലുള്ള പറഞ്ഞത്, ഏറ്റവും നല്ല മുന്തിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നല്ല റസൂലുള്ള പറഞ്ഞത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന. ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ, ആ മഹാഭാഗ്യവന്മാർ പെടാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ? അള്ളാഹിന്റെ കലാം പഠിക്കുക, അതർത്ഥം മനസ്സിലാക്കുക, അതിങ്ങനെ ആവർത്തിച്ചെല്ലുക, അതിന്റെ വഴിയിൽ സഞ്ചരിക്കുക. ഏറ്റവും സ്വർഗം കിട്ടുന്നൊരു പണി ഖുർആൻ പഠിക്കലാണ് അല്ലേ? നമ്മൾ പല നന്മകളും ചെയ്യാറുണ്ട് അൽഹംദുലില്ലാഹ്, എന്നാൽ സ്വർഗം കിട്ടുന്ന ഏറ്റവും വലിയ നന്മ ഖുർആൻ പഠിക്കലാണ്. ഏതാ സൂറത്ത്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് അല്ലേ? ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു മജ്ലിസിൽ ഒരു മണിക്കൂർ നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട, ആവേശം നൽകേണ്ട ഖുർആന്റെ ആയത്ത് ഇന്നല്ലദീന, ഒരു കൂട്ടർ യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അതിന് മുഫസ്സിരീങ്ങൾ നൽകിയ വിശദീകരണം യതദാറസൂന, പഠിക്കുന്നവരെന്ന് അല്ലേ? ഒരായത്ത് ബോർഡിൽ എഴുതി ലൗ അൻസൽനാ ഹാദൽ ഖുർആന, ആയത്ത് ബോർഡിൽ എഴുതി. ഉസ്താദ് ഇങ്ങനെ ചെല്ലാണ്, പഠിതാക്കൾ ഇങ്ങനെ എഴുതില്ല. ലൗ അൻസൽനാ ഹാദൽ ഖുർആന, ആവർത്തിച്ച് ചെല്ലുന്നു, അതിന്റെ മാളി പഠിക്കുന്നു, മുളാരി പഠിക്കുന്നു, അതിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കുന്നു, അതിന്റെ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമുണ്ടെങ്കിൽ അതും മനസ്സിലാക്കുന്നു. വല്ലാത്ത റാഹത്തല്ലേ? ഒരു അരമുക്കാൽ മണിക്കൂർ ഖുർആന്റെ ലോകത്തിലൂടെ ഇങ്ങനെ ഒരു യാത്ര. സമയം പോണതറിയില്ല പ്രിയപ്പെട്ടവരെ. ഒരായത്ത് മറ്റൊരായത്തിന് വിശദീകരിക്കുന്നു, ഒരായത്തിൽ എന്ത് അവ്യക്തതയുണ്ടോ മറ്റായത്തുകളോട് വിശദീകരിക്കുന്നു. അപ്പോ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നു. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നു. എന്നിട്ടോ അള്ളാന്റെ ഖുർആൻ പഠിക്കുന്നവർ പാരായണം ചെയ്യുന്നു. വഅഖാമുസ്സലാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ, റബ്ബിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ, ഈ മൂന്ന് പണി ചെയ്യുന്നവർ അവരാരാ? യർജൂന തിജാറത്തൻ തബൂർ, നഷ്ടം സംഭവിക്കാത്തൊരു കച്ചവടം. അവർ ഓരോരുത്തരും പാർട്ട്ണർമാരാണെന്ന്. ആ കച്ചവടത്തിന് എനിക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അറിയില്ലേ? അത് ഇന്ത്യയും ഇന്ന ആളുകളൊക്കെ കൂടിയുള്ള കട അറിയില്ലേ? സ്വർഗത്തേക്കുള്ള വലിയൊരു കച്ചവടം അള്ളാന്റെ ഖുർആൻ പഠിക്കൽ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. നമ്മളെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. കുടുംബസമേതം ഖുർആൻ പഠിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചു, നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ പല ആശങ്കകളുമാണ്. കാരണം അങ്ങനത്തെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. തിന്മകളുടെ ബാഹുല്യം, സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം അല്ലേ? വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സുകൾ, കുരുന്നു മനസ്സുകൾ വരുന്നു. മാതാപിതാക്കൾ ഒട്ടുമിക്ക മക്കളുടെ കാര്യത്തിലും വിഷമത്തിലാണ്. അനുസരണയില്ലാത്ത മക്കൾ. ദീന് പഠിപ്പിച്ചോ പ്രിയപ്പെട്ടവരെ? അള്ളാഹിനെ പഠിപ്പിച്ചോ? റസൂലുള്ളാഹി ആരാണെന്ന് പഠിപ്പിച്ചോ? എന്ത് ഭൗതിക വഴിയിൽ നമ്മുടെ മക്കൾ സഞ്ചരിക്കുന്നുവെങ്കിൽ നടക്കട്ടെ. ഭൗതിക ഉയർച്ചയിൽ നമ്മുടെ മക്കൾ പഠന മേഖലയിൽ വരട്ടെ. പക്ഷെ ദീനുള്ളവരാകണം, ഇസ്ലാമുള്ളവരാകണം, അള്ളാഹിനെ തിരിച്ചറിഞ്ഞവരാകണം. അല്ലെങ്കിൽ പൊന്നുമക്കൾ നമുക്ക് ഇഹത്തിലും പരത്തിലും ഉപകരിക്കില്ല. വല ഖുർആൻ പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. CRE എല്ലാ ഞായറാഴ്ചയിലും ഈ അലനല്ലൂർ പരിസര പ്രദേശത്ത് കൃത്യമായി നടക്കുന്നുണ്ട്. ഈ ക്ലാസ്സുകൾക്കുന്നവരെ നിങ്ങളുടെ മക്കൾ അവിടെ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ആലോചിക്കും. അല്ലെങ്കിൽ കയ്യെ കാലെ വളർന്നു എന്നൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ പ്രിയപ്പെട്ടവരെ ഉപകരിക്കില്ല. നമ്മളിട്ടെറിഞ്ഞോടും, വാപ്പയെ അനുസരിക്കാത്തൊരവസ്ഥയിലേക്ക് വരും. മറ്റവന്റെ കൂടെ ഇറങ്ങിപ്പോകും. എത്ര കേൾവികളും എത്ര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവന്റെ കൂടെ ഈ പാൻറ്റി മുൻനിർത്തിയിട്ട് ആ സുഹൃത്തിന്റെ കൂടെയാണ് ഞാൻ പോകുന്നതെന്ന് പറയുന്ന എത്ര അവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. ദീന് പഠിപ്പിക്കണം. വല്ലദീ ഖാല ലിവാലിദൈ, ലേ ഖുർആനിലെ അഹ്ഖാഫ് സൂറയിലെ വല്ലാത്തൊരു വചനമാണ്. മാതാപിതാക്കളോട് പറയുന്ന മക്കൾ, വാപ്പാ ഉമ്മ നിങ്ങൾ നശിച്ചു പോകട്ടെ. ഞാൻ ഈ ആയത്തോതുമ്പോ എപ്പോഴും എന്റെ മനസ്സിൽ തെളിയാറുള്ളത് ഇത് ഖുർആന്റെ മുഅ്ജിസത്താണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു 70% മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയാണ് പ്രിയപ്പെട്ടവരെ ഈ ഖുർആനി വചനം.
മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന മക്കൾ, മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന മക്കൾ, മോനെ നിസ്കരിക്കണം, പള്ളിയിൽ പോകണം, ഖുർആൻ പഠിക്കണം, വേഷത്തിൽ ശ്രദ്ധ പുലർത്തണം, തലമുടി ഹെയർ സ്റ്റൈൽ ദീൻ അനുസരിച്ചുള്ളതാക്കണം, അപകടകരമായ മാർഗേണ സഞ്ചരിക്കല്ലേ എന്ന് ദീൻ ഉൾക്കൊണ്ട വാപ്പ, ദീൻ ഉൾക്കൊണ്ട ഉമ്മ, പെണ്ണ് വേഷവിധാൻ ശ്രദ്ധയില്ലാതെ കോളേജിലേക്ക് പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോ സ്നേഹതിയായ ഉമ്മ പറയുന്നു, മോളെ മുഖമക്കണ ധരിക്കണം, ശരീരത്തിന്റെ ഭാഗങ്ങൾ നീ കാണിക്കല്ലേ, നിന്റെ ചുണ്ട് ചുവപ്പിച്ച് നീ പുറത്തിറങ്ങല്ലേ എന്നിങ്ങനെയുള്ള നസീഹത്തുകൾ മാതാപിതാക്കൾ നൽകുമ്പോ ഒട്ടും ദീനിന്റെ ബാലപാഠങ്ങൾ പഠിക്കാത്ത മക്കളുടെ പ്രതികരണം എന്താണെന്നോ അല്ലാഹു പറയാണ്, ഉഫ്ഫില്ലക്കുമാ, നശിച്ചു പോകട്ടെ തന്തേ തള്ളേ, ഈ കാലഘട്ടത്തിൽ എന്താങ്ങൾ ഈ പറയുന്നത്? കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാത്തങ്ങള്. മാതാപിതാക്കളോട് മക്കളുടെ പ്രതികരണം ഖുർആനാ പറയുന്നത്. ഇങ്ങനത്തെ ഒരു കാലം വരുമെന്ന്. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൻ ലക്കുമാ, വല്ലദീ ഖാല ലിവാലിദി ഉഫ്ഫിൻ ലക്കുമാ. ഇങ്ങോട്ട് ഈ മക്കള് പാവപ്പെട്ട ഉമ്മാനോട് ചോദിക്കുക, അത്തഇദാനനീ അൻ ഉഖ്റജ, ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കണ്ട, പരലോകം പറഞ്ഞ്, നരകം പറഞ്ഞ്, സ്വർഗം പറഞ്ഞ്, മരണം പറഞ്ഞൊന്നും നിങ്ങൾ പേടിപ്പിക്കണ്ട. ഖലത്തിൽ ഖുറൂനു മിൻ ഖബലി, എത്ര നാളുകൾ, എത്ര തലമുറകൾ മണ്ണോട് ചേർന്ന് പോയി, അവരൊന്നും തിരിച്ചു വന്നിട്ടില്ലല്ലോ. അതിൽ ഈ പാവപ്പെട്ട ഉമ്മ കരള് ഹൃദയം പൊട്ടിയിട്ട് പറയാണേ, വിശ്വസിക്കുമോനെ, ഞാൻ പറഞ്ഞെന്താണെന്നോ, ഈ മക്കളൊക്കെ നന്മയിലാകണോ, ഖുർആന്റെ തണ്ണിലേക്കാകണം, ഖുർആൻ പഠിപ്പിക്കണം അല്ലേ? ടീൻ സ്പേസ് ഇറക്കാൻ പോവാണ്, ശ്രദ്ധിച്ചോളി. നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചില ഡേറ്റുകളാണത്. ഒക്ടോബർ 26 മലപ്പുറം ജില്ലയിലെ, നവംബർ 26 ടീൻ സ്പേസ് ഇറക്കാം. +1 +2 കുട്ടികൾക്ക്. പ്രിയപ്പെട്ടവരെ, അവർക്ക് മാത്രമായി ഒരു ദിവസത്തെ വളരെ ഉപകാരപ്രദമാണ്. നമ്മുടെ അറിവിലും നമ്മുടെ വീട്ടിലും അത്തരം മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ അവിടെ വരട്ടെ, അള്ളാനെ പഠിക്കട്ടെ, ദീന് കേൾക്കട്ടെ, നമ്മുടെ മക്കൾ ഉപകരിക്കും. നമ്മുടെ പ്രാർത്ഥന എന്താ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ, മക്കളിന് കൺകുടുംബം എന്നതാണ്. ഇതിനൊക്കെ പരിഹാരം ഖുർആൻ പഠിക്കലാണ്. കുടുംബസമേതം ഖുർആൻ പഠിക്കണം. അള്ളാന്റെ ഖുർആൻ നമ്മുടെ മനസ്സിലുണ്ടോ, ഒരിക്കലും ശൈത്താൻ നമ്മെ സ്വാധീനിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ എന്താ സുഹൃത്തുക്കളെന്നോ, അവസരം കിട്ടിയ മറ്റേ ചങ്ങായി നമ്മുടെ പുറകിൽ കൊടുക്കും. റസൂലുള്ളാഹി പറയാ, ഒരു മനുഷ്യൻ ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടോ അവിടെ ഒരിക്കലും പിശാചിന് പ്രവേശനമില്ല. ഹൃദയത്തിൽ ഖുർആനില്ലേ, അവൻ ഏത് അപകടത്തിലേക്കും പിശാചവനെ വലിച്ചഴിച്ചു കൊണ്ടുപോകും. ശ്രദ്ധിച്ചോളി, ഖുർആൻ നമ്മുടെ ചുണ്ടുകളിൽ ഇങ്ങനെ ഉണ്ടാകും. ഖുർആൻ ഇങ്ങനെ കാണാതെ പഠിക്കണം. സ്വർഗത്തിൽ ഉയർച്ച കിട്ടണേ ഖുർആൻ കാണാതെ പിടിച്ചോളി. അല്ലാഹ് പരലോകത്തെത്തിയിട്ട് പറയും, യുഖാലു സാഹിബിൽ ഖുർആൻ. ആ ഹദീസ് കേൾക്കുമ്പോൾ, അല്ലാഹ് എന്നതിൽ ഉൾപ്പെടുത്തണേ, ഞാനും നിങ്ങൾ ഓരോരുത്തരെയും അല്ലാഹുവിൽ ഉൾപ്പെടുത്തണേ, നിങ്ങളും ദുആ ചെയ്യണം. നാളെ മഹ്ശറിലെത്തുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ വാക്കാണ് യുഖാലു സാഹിബിൽ ഖുർആൻ. ഖുർആനിന്റെ ആളുകളോടല്ല പറയും, ഖുർആൻ പഠിക്കുന്നവർ, ക്ലാസ് സംഘടിപ്പിക്കുന്നവർ, അതിൽ കുടുംബസമേതം എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും ആഴ്ചയിൽ പങ്കെടുക്കുന്നവരോടല്ല പറയും, ഇഖ്റ വർത്തക്കി, ഓതി ഓതി കയറിപ്പോയിക്കോ. സ്വർഗത്തിൽ പല പദവികളുമുണ്ട്, ഉയർച്ചകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ല പറയുന്നു, ഇഖ്റ വർത്തക്കി, ഓതി അങ്ങ് കയറിപ്പോകണം. നീ അവസാനം ഓതി ആയത്തിന് അത്രക്കും ഉയർച്ച നിനക്ക് നാളെ പരലോകത്ത് നൽകുമെന്ന്. അൽഹംദുലില്ലാഹ്, ഇതൊരു വലിയ ഭാഗ്യ. പ്രിയപ്പെട്ടവരെ, ആർക്കേ അവസരം കിട്ടുള്ളൂ? ഈ ഗ്രന്ഥത്തോട് ആ നിലക്കുള്ള സമീപനം സ്വീകരിച്ചവർക്കേ കിട്ടുള്ളൂ. ഉയർന്നുയർന്നു പോകാൻ, ഉയർച്ചയിലേക്ക് എത്താൻ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, അള്ളാഹു ഈ ഗ്രന്ഥം നമുക്ക് ഇറക്കി തന്നത് അതിനോട് നമ്മൾ ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ. ഇന്നത്തെ ഒരു വിജ്ഞാന വേദിയിൽ നമ്മൾ തീരുമാനിക്കേണ്ട തീരുമാനം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് പഠിക്കും, നിർബന്ധമായി പഠിക്കും, ആയത്തുകളിലൂടെ ഞാൻ സഞ്ചരിക്കും, ദിവസവും ഖുർആൻ എടുത്ത് ഓതണം. പ്രിയപ്പെട്ടവരെ അല്ലേ, ആദ്യാവസാനം ഇങ്ങനെ ഓതണം. നിങ്ങൾ എങ്ങനെ ഖുർആൻ ഓതാറുണ്ട് എനിക്കറിയില്ല. തുടക്കം മുതൽ ഇങ്ങനെ ഓതുക, എല്ലായിടത്തും കൂടി നമ്മുടെ കണ്ണെത്തട്ടെ. ബഖറ സൂറത്ത് തുടങ്ങി നാസ് അവസാനിപ്പിക്കാം, വീണ്ടും ബഖറ സൂറത്ത് തുടങ്ങുക, നാസ് അവസാനിപ്പിക്കാം. ഇന്ന് ബഖറ സൂറത്ത് തുടങ്ങി, ഒത്തു തുടങ്ങി, സയക്കൂലി ജുസു വരെ ഒരു ജുസാണ് ഓതി എന്ന് വിചാരിച്ചോ. സമയം കിട്ടുകയാണെങ്കിൽ ഓതി, അല്ലെങ്കിൽ 10 ആയത്ത് ചോദിച്ചാൽ അവിടെ ഒരു അടയാളം വെക്കാം, നാളെ അവിടെ നിന്ന് ഓതുക. എന്നാൽ സ്ഥിരമായിട്ട് ഓതണപ്പം മുൽക്ക്, അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഓതണേണ്, അത് നിങ്ങൾ വേറെ ഓതിക്കോ. എന്നിട്ട് ഈ 10 ആയത്ത് 10 പേജ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ ഓതുക. എല്ലായിടത്തും കൂടി നമ്മളെ കണ്ണിങ്ങനെ പോകട്ടെ. അർത്ഥസഹിതം പഠിക്കാൻ ഖുർആന്, അതും തഫ്സീറോട് കൂടിയാണ് വായിക്കാൻ സൗകര്യം കിട്ടുമെങ്കിൽ അതൊക്കെ സമയം കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിന് സമയം ചെലവഴിച്ചു എന്നാ പറയാം.
നാളെ പരലോകത്ത് മനുഷ്യൻ പറയുന്ന വല്ലാത്തൊരവസ്ഥ എന്താണോ? പടച്ചോനെ എന്നെ നരകത്തെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്ന ഒരായത്ത് ഖുർആനിൽ നരകത്തിൽ അവൻ അലമുറയിട്ട് കൊണ്ടിരിക്കും, ആർപ്പ് വിളി നടത്തും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇവിടെ നമ്മൾ കരഞ്ഞാൽ അല്ല കണ്ണീര് കേൾക്കാൻ ഒരുക്കമാണ്, കാണാൻ ഒരുക്കാണ്. മരിച്ചതിന് ശേഷമുള്ള കരച്ചിൽ അല്ല കേൾക്കൂല, മെയിൻറ്റ് ചെയ്യൂല. ഇവിടെ നിങ്ങളൊന്നും കരഞ്ഞു നോക്കാണി, ആ അടിയനെ നരകത്തിലല്ല പ്രവേശിപ്പിക്കൂല. ആ കണ്ണീര് കാണാൻ നല്ല ഒരുക്കമാണ്. റസൂലുള്ള പറഞ്ഞില്ലേ, ഇന്ന റജുലൽ, റസൂലുള്ള പറയാ, ഒരു അടിമ തന്റെ ആഖിറത്തിനെ പറ്റി ഓർത്തുകൊണ്ട് നിടറിയാൽ അവൻ നരകത്ത് പോലെ അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നാലോ മരിക്കണോടുകൂടി കുറെ ഒച്ചയും വിളിയും അട്ടഹാസവും പലരിൽ നിന്ന് വരും, തിരിഞ്ഞു നോക്കൂല. ഖുർആൻ പറയാ, വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തിൽ അവൻ അലമുറയിടുമ്പോ റബ്ബനാ റബ്ബേ അഖ്രിജ്നാ, ഞങ്ങൾ ഈ നരകത്തിന് രക്ഷപ്പെടുത്തണേ. പ്രയാസത്തിന് മേൽ പ്രയാസം അനുഭവിച്ച് നരകത്തിൽ കഴിയുമ്പോൾ ആഗ്രഹിക്കാൻ ആവശ്യപ്പെടാം, ഒന്ന് നരകത്തിന് രക്ഷപ്പെടുത്തണം. നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇന്നേ വരെ ചെയ്യാത്ത സകലമായ നന്മകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം. അല്ലാണ്ട് പറയാ, കുറെ നന്മകൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം. അപ്പൊ അള്ളാഹ് ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യം, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ, എനിക്ക് ആയുസ് തന്നിരുന്നില്ലേ, അവസരം നൽകിയിരുന്നില്ലേ? ഈ ചോദ്യത്തിന് എന്താ ഞാൻ നിങ്ങൾ മറുപടി പറയാം? മഞ്ചേരി പരിസര പ്രദേശങ്ങളിലെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഖുർആനൊന്നും പഠിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറയാൻ വല്ല ചാൻസും ഉണ്ടോ? അള്ളാഹ് ചോദിക്കുക, ആയുസ് നൽകിയില്ലേ, അവസരങ്ങൾ എമ്പാടും നിനക്ക് ലഭിച്ചല്ലോ, എന്തേ നീ ശ്രദ്ധിക്കുക? വജാഅകുമുൻ നസീർ, മുന്നറിയിപ്പുകാരൻ വന്നില്ലേ? അതുകൊണ്ട് ഒരു കാരണവും പറയാൻ ഇവിടെ ചാൻസ് ഇല്ല. അനുഭവിച്ചോ, പ്രയാസത്തിനു മേൽ പ്രയാസം അനുഭവിച്ചോ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്കിതുപോലെ സ്വർഗത്തിൽ കഴിയണം. സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കണം. സ്വർഗം കിട്ടാനുള്ള ഒരേ ഒരു വഴി സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുക, അമലു സ്വാലിഹാത്ത് വർദ്ധിപ്പിക്കുക, ഖുർആൻ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കണം. റസൂൽ പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. എന്തുകൊണ്ടാണ് അവർക്ക് സ്വർഗത്തിലാകാൻ പറ്റിയത്? ഓലെ കൈകളിൽ നന്മകൾ ഉണ്ടായിരുന്നു. അല്ലാതെ തന്റെ ഭാര്യയുടെ വാപ്പയാണ് എന്നതല്ല അവിടെ ഫضല്. നന്മയിൽ കൊതിച്ചോട്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ റസൂൽ ഇങ്ങനെ മജ്‌ലിസിരിക്കുമ്പോ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്നാരുണ്ട് നോമ്പ് നോറ്റാള്? റസൂൽ ചോദിക്കാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിം, ഇന്നാരാ നോമ്പ് നോറ്റാള്? അന, കുറെ അബൂബക്കർ, ഞാൻ. മൻ തബിയ മിൻകുമുൻ അൽ ജനാസ, ഒരു ജനാസയെ അനുഗമിച്ച ആളാരാ? മൻ ആദാ മിൻകുമുൽ മരീദ്, ഇന്ന് രോഗിയെ സന്ദർശിച്ച ആളാരാ? ഇന്ന് മൻ അത്അ മിൻകുമുൽ മിസ്കീൻ, ഒരു സാധുവിന് ഫുഡ് കൊടുത്ത ആളാരാ? എന്ത് ചോദിച്ചാൽ ഈ ചോദിച്ചൊക്കെ അന എന്ന് പറഞ്ഞ ആള് അള്ളാന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ പോകാതിരിക്കൂല. പ്രിയപ്പെട്ടവരെ, വെറും നിസ്കാരമല്ല, ജീവിതത്തിന്റെ സകല തുറകളിലും നന്മകൾ ചെയ്യുന്ന കാര്യത്തിൽ അത്രയും കടമാലശരിയായിരുന്നു. അതൊക്കെ പോലെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചത് പരിശുദ്ധ ഖുർആനോടുള്ള മഹബത്താണ്. അത് പഠിച്ചു അവർ, അത് മനസ്സിലാക്കി ആ വഴിയിൽ സഞ്ചരിച്ചു. പ്രിയപ്പെട്ടവരെ, വിശാലമായൊരു വിഷയമാണ്. അല്പം ചില മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു എന്ന് മാത്രം. ഈ ഗ്രന്ഥത്തോട് നമ്മൾ മഹബത്ത് കാണിക്കുക, അത് പഠിക്കണം, അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ സഞ്ചരിക്കണം. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ സുന്നത്തും അനുസരിച്ചുകൊണ്ട് ഞങ്ങളെ ജീവിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിച്ച റബ്ബിനോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നാളെ മഹ്ശറിലെത്തി നരകത്തിലേക്ക് ഇങ്ങനെ പോകുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അള്ളാഹ് നിന്റെ മഹൽ ഗ്രന്ഥത്തെ കൈവടിഞ്ഞവരാണ് ഇവർ, അതുകൊണ്ടാണ് ഈ നരകത്തിലേക്ക് പോകുന്നവരെന്ന് പറയുന്ന വിഷമകരമായ അവസ്ഥ സൂറത്ത് ഫുർഖാനിൽ വഖാല റസൂൽ, ഈ ആയത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. വഖാല റസൂൽ, റസൂൽ പറയാം, നാളെ മഹ്ശറിൽ ഒരു വലിയ ജനസഞ്ചയം നരകത്തിലേക്ക് ഇങ്ങനെ നീങ്ങുന്നത് കാണുമ്പോ, ഒരു ഉമ്മത്തിനെ ഖുർആൻ കൊണ്ട് പരിവർത്തിപ്പിച്ച പ്രവാചകൻ തന്റെ ഉമ്മത്തായിരിക്കണം ഏറ്റവും നാളെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ നിന്ന് ആഗ്രഹിച്ച പ്രവാചകൻ, അതിനുവേണ്ടി രാപ്പകല്ലാതെ കഠിനാധ്വാനം ചെയ്ത പ്രവാചകൻ, തന്റെ ഉമ്മത്ത് നരകത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ വേദനയോട് റസൂൽ പറയുന്ന വാക്ക, ഈ മഹൽ ഗ്രന്ഥത്തെ അവർ കൈവടിഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സൂറത്തിന്റെ അർത്ഥം പോലും അറിയാത്തവരാണ് മനുഷ്യർ കൂടുതലും. വെറും കെട്ടുകഥകളും പലതുമാണ് അവരുടെ ദീന്. പ്രമാണങ്ങളിലേക്കല്ല തിരിച്ചു വരുന്നത്. ഖുർആനും പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതം തുറന്ന പുസ്തകമാണ് അല്ലേ? അത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ ആ തണലിൽ നമ്മൾ സഞ്ചരിച്ചാൽ അനുഗ്രഹത്തിന്റെ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഇതിലുപരി സന്തോഷത്തോടു കൂടി അവന്റെ സ്വർഗത്തിൽ ഒത്തുചേരാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹൽ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് അതിന്റെ വെള്ളി വെളിച്ചത്തിലൂടെ മരണം വരെ സഞ്ചരിച്ച് ഖബറിലും തുടർന്നുള്ള ഓരോരോ രംഗങ്ങളിലും ഇത് നമുക്ക് തുണയായി, തണിയായി, വെളിച്ചമായി കടന്നു വരുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവില്ലായ്മയാൽ, അജ്ഞതയാലോ, വിവേകത്താൽ, സാഹചര്യങ്ങളാൽ എന്തൊക്കെ തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അല്ലാഹു അവന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട്, കാരുണ്യം കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഒട്ടനവധി ബഹുമാന വ്യക്തിത്വങ്ങൾ, എനിക്കറിയാം മഞ്ചേരി പരിസര പ്രദേശങ്ങളിലുള്ള കുറെ ആദർശ വഴിയിൽ സഞ്ചരിക്കുന്നവരെ കാരണന്മാർ എനിക്കറിയാം. പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരുടെയും ബർസഖ് അല്ലാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗത്താൽ പ്രയാസപ്പെടുന്നത് ധാരാളമുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും കുഞ്ഞുമക്കളെയും എല്ലാം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.